Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, start again. Good afternoon once again. എവിടെ വരെ നമ്മൾ നിർത്തിയത് ഓർമ്മയുണ്ടോ? Radiology. Nuclear medicine, ma'am. ന്യൂക്ലിയർ മെഡിസിൻ ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ന്യൂക്ലിയർ മെഡിസിൻ നോട്ട്സ് എഴുതിയാ? നോട്ട് ഉണ്ടായിരുന്നോ എഴുതാൻ? ലിംഫോമാസ് നോട്ട്സ് എഴുതിയിട്ടുണ്ട് മാം. ഓക്കെ. അതായത് സ്പെക്ട്, പെറ്റ്, പിന്നെ ലിംഫോമാസ് എന്താന്നൊക്കെ എഴുതാൻ പറഞ്ഞിരുന്നു. ലിംഫോമാസ് ഞാൻ പറഞ്ഞു തന്നു, ഹൈപ്പർ തൈറോയിഡിസം പറഞ്ഞു തന്നു. സ്പെക്റ്റും പെറ്റും ലാസ്റ്റ് ഒന്ന് എഴുതി വെക്കണം. അതിന്റെ ഫുൾ ഫോം അല്ലെ? ഷോർട്ട് ഫോം എഴുതിയിട്ട് അതിന്റെ ഫുൾ ഫോം അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം എന്ന് പറഞ്ഞിരുന്നു അല്ലെ? സ്പെക്ട് എന്താണ്? സ്പെക്ട് എന്താ? അതിന്റെ എക്സ്പാൻഡ് ഫോം എന്താ? സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി. പെറ്റ് എന്താണ്? പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. Positron emission tomography. അപ്പൊ അത് രണ്ടും അത് മൊഡാലിറ്റീസ് ഓഫ് ന്യൂക്ലിയർ മെഡിസിനിലെ ഏറ്റവും പുതിയ മോഡലിലുള്ള രണ്ട് ഇമേജിംഗ് രീതികളാണ് ന്യൂക്ലിയർ മെഡിസിനിലുള്ളത്. അപ്പൊ അത് രണ്ടും ഫുൾ ഫോം നന്നായിട്ട് പഠിച്ചു വെക്കണമെന്ന് പറയാൻ കാരണം ഒരൊറ്റ ലെറ്റേഴ്സോ രണ്ട് ലെറ്റേഴ്സോ അല്ലെങ്കിൽ ഒരു വേർഡ് മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള ആ ഡിഫറൻസിൽ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എന്താ പറയുക എക്സ്പാൻഡഡ് ഫോം തരും. അപ്പൊ തെറ്റിക്കരുത്. ഒരെണ്ണം തെറ്റിയ ഒരു മാർക്ക് പോകുമല്ലോ. നമ്മളുടെ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ മാർക്കാണ്. മറ്റേ വലിയ ക്വസ്റ്റ്യൻസ് ആൻസർ ആണെങ്കിലും കുറച്ചൊക്കെ എഴുതുമ്പോൾ ശരിയാവുമ്പോൾ നമ്മൾ അര മാർക്ക് ഇടാം അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് അങ്ങനെ നമുക്കില്ല. ഒരു ചെറിയ മിസ്റ്റേക്ക് ഓപ്ഷൻസിനകത്ത് തന്നെ നെഗറ്റീവ് മാർക്കില്ല കേട്ടോ. നെഗറ്റീവ് മാർക്കില്ല. ഓക്കെ. ഇനിയും എക്സാംസിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്തെങ്കിലും ഡിഫറൻസോ ചില സമയത്തൊക്കെ ഇങ്ങനെ ഇതിനൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ അത് നിങ്ങളെ അറിയിക്കും. ഓക്കെ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അത്രയും നമ്മൾ അറിഞ്ഞിരിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റ് പഠിക്കാലോ. ഓക്കെ. അപ്പൊ എന്താ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്? എന്താ? ഓങ്കോളജി ആണ്. ഓങ്കോളജി. വാട്ട് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ടു? എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ടു ട്രീറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് ക്യാൻസേഴ്സ് ആൻഡ് ടു പ്രൊവൈഡ് വൈഡ് റേഞ്ച് ഓഫ് chemotherapy treatment, radiotherapy treatments for cancerous tumors and blood disorders. നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ്, ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ്. അതായത് ട്യൂമർ എന്ന് പറഞ്ഞാൽ മുഴ എന്നാണ് അർത്ഥം. ഈ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമർ എന്ന് പറയുന്നത് എന്താ? ചില മുഴകൾ ക്യാൻസർ ആകാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ക്യാൻസറിന്റെ രൂപത്തിലുള്ള മുഴകളും ഉണ്ട്. അല്ലാതെ സാധാരണഗതിയിൽ ചില അബ്നോർമൽ ഗ്രോത്ത് പോലെയൊക്കെ നമ്മുടെ ശരീരത്തിനകത്തൊക്കെ ചില മുഴകളൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്, അപ്പിയർ ചെയ്യാറുണ്ട്. എല്ലാം തന്നെ ഹാംഫുൾ അല്ല. എല്ലാ മുഴകളും ശരീരത്തിന് നമുക്ക് ഹാനികരമല്ല. ചിലതൊക്കെ വെറുതെ അങ്ങനെ എടുത്ത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനം അബ്നോർമൽ ആയിട്ടുള്ള എന്തുണ്ടെങ്കിലും അത് നമ്മൾ റിമൂവ് ചെയ്ത് കളയുമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചില ട്യൂമേഴ്സ് എല്ലാം തന്നെ ക്യാൻസേഴ്സ് ആണ്. അപ്പൊ ക്യാൻസർ ആയിട്ടുള്ള ട്യൂമേഴ്സ്, ബ്ലഡ് ഡിസോർഡേഴ്സ്, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, എല്ലാ ഡിസോർഡേഴ്സും മാറ്റി കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, കീമോതെറാപ്പി അതുപോലെ തന്നെ റേഡിയോതെറാപ്പി ഇൻക്ലൂഡ് ചെയ്യുന്ന വേരിയസ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ആർ ട്രീറ്റഡ് അണ്ടർ ഓങ്കോളജി. അപ്പൊ ഇതെല്ലാം ഓങ്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, യൂഷ്വലി ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്ന് പറയേണ്ടി വരും. ബിക്കോസ്
in this department, the patients who are suggested from other departments will be appointed. അല്ലെങ്കിൽ അവിടെ വരുന്ന ഈ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസ് മിക്കവാറും കുറെ പേരൊക്കെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും റെഫറൽസ് ആയിട്ട് വരുന്നവരാണ്, റെഫർ ചെയ്ത് വരുന്നവരായിരിക്കും. അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള തലവേദന, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വയറ്റിൽ എന്തെങ്കിലും വേദന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കണ്ടിട്ട് നമ്മള് വേറെ ട്രീറ്റ്മെന്റ് ഒക്കെ വേറെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോയി നോക്കി, ഇപ്പൊ തലയ്ക്കൊക്കെ വേദന ഒരു BNT കാണിച്ചോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ന്യൂറോനെ കാണിച്ചോ ഒക്കെ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. കുറെ കഴിയുമ്പോഴായിരിക്കും നമുക്കത് അവരുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു ഡിസീസ് അല്ല എന്ന് അവർ പല ടെസ്റ്റുകളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കുക. സോ ദാറ്റ് ദ ഡോക്ടേഴ്സ് മേ റെഫർ ദീസ് പേഷ്യൻസ് ടു ദിസ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇവിടേക്കൊക്കെ റെഫർ ചെയ്യും, അവിടെ കൂടെ ഒന്ന് കാണിച്ചേക്കുക എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഇതുപോലുള്ള മുഴകളോ അങ്ങനെ മറ്റു വേദനകളോ ഒക്കെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന, കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ റെഫർ ചെയ്യുന്ന പേഷ്യൻസും ഈ ഡിപ്പാർട്ട്മെന്റിൽ വരാറുണ്ട്. ഒരു പ്രശ്നങ്ങളും ആയിട്ട് അല്ലെങ്കിൽ ഒന്നിലധികം പ്രശ്നങ്ങളുമായിട്ട് വരുന്ന പേഷ്യൻസിനൊക്കെ ഇങ്ങനെ റെഫർ ചെയ്യും. ആൻഡ് ഡോക്ടേഴ്സ് ഓൾസോ പെർഫോം ദ റിമൂവൽ ഓഫ് ട്യൂമേഴ്സ്. എന്താ പറയാ, നമ്മളുടെ ഈ പറയുന്ന ട്യൂമേഴ്സ് മുഴകളൊക്കെ മാറ്റുന്നത്, അതുപോലെ തന്നെ റിമൂവ് ചെയ്ത് കളയുന്നത്, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സും എന്ത് ചെയ്യുന്നു ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നുണ്ട് ഡോക്ടേഴ്സ്. ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൺ ഫോർ സെൻഡ് ടു ബയോപ്സി. ഇത് എന്തിനായിരിക്കും വന്നിട്ട് ഈ ട്യൂമേഴ്സ് ഒക്കെ റിമൂവ് ചെയ്തതിനു ശേഷം അത് ക്യാൻസറസ് ട്യൂമർ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് അവര് ബയോപ്സിക്ക് സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ എന്നാൽ മാത്രമാണ് they can understand whether that tumor is harmful or not. അത് ഉപദ്രവകാരിയാണോ അല്ലയോ എന്നവർക്ക് കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ ബയോപ്സിക്ക് അയച്ചതിന്റെ റിസൾട്ട് വരണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഓങ്കോളജിയില് ഫീൽഡ് ഓഫ് ഓങ്കോളജി ഈസ് ബേസ്ഡ് ഓൺ 3 മേജർ ഏരിയാസ്. പ്രധാനമായിട്ടും ഇത് ബേസ് ചെയ്യുന്നത് 3 പ്രധാനപ്പെട്ട മേഖലകളാണ്. First one, medical oncology. Second one, surgical oncology. And the third one, radiation oncology. ഈ ഓങ്കോളജിയിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ആ ബേസിസിലാണ് ഇങ്ങനെ 3 ഏരിയാസ് ആയിട്ട് അല്ലെങ്കിൽ 3 ഫീൽഡുകളിലായിട്ട് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ എന്താ? മെഡിക്കൽ. അതിന്റെ വേർഡ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ ഈസ് ഗിവൺ ബൈ അല്ലെങ്കിൽ ത്രൂ മെഡിസിൻസ്. And also it includes chemotherapy. കീമോതെറാപ്പി കൊടുത്ത് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്ത് മാത്രം എന്താ പറയാ ചികിത്സ കൊടുക്കുന്ന ഓങ്കോളജി വിഭാഗമാണ് മെഡിക്കൽ ഓങ്കോളജി. മരുന്ന് കൊടുക്കുന്നു, കീമോതെറാപ്പി അതിനൊപ്പം വേണമെങ്കിൽ കൊടുക്കുന്നു. ഇത് മാത്രം ചെയ്തുകൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ക്യാൻസേഴ്സ്, ആ ഒരു വിഭാഗമാണ് മെഡിക്കൽ ഓങ്കോളജിയിൽ വരാം. അതായത് അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെ വേറെ വെറൈറ്റി അല്ല, ഈ ക്യാൻസേഴ്സിന്റെ സ്റ്റേജസിനാണ് പ്രത്യേകത. അതായത് അതിന്റെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ ചിലപ്പോൾ നമുക്ക് മരുന്ന് കൊടുത്ത് കീമോതെറാപ്പിയിലൊക്കെ നമുക്ക് മാറ്റിയെടുത്തിട്ട് വീണ്ടും നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബിഗിനിങ് സ്റ്റേജിൽ ഇഫ് യു ആർ മേക്കിംഗ് ഔട്ട്, നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചാൽ ക്യാൻസർ ആണ് എന്ന് ആദ്യത്തെ ബിഗിനിങ് സ്റ്റേജിലാണ് നമുക്കത് മേക്ക് ഔട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ മെഡിസിൻസിലൂടെ അതുപോലെ കീമോതെറാപ്പിയിലൊക്കെ നമുക്ക് അതിനെ ക്യൂർ ചെയ്യാൻ പറ്റും. അതേസമയം ഇതിന്റെ സ്റ്റേജസ് അങ്ങോട്ട് മാറിപ്പോകുമ്പോ നമ്മളിപ്പോ ചില വേദനകളും ചില പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്രോത്ത് ഒക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ വകവയ്ക്കില്ല, നമ്മൾ സാരി അത് അങ്ങനെ മാറിക്കോളും, ചിലപ്പോൾ നീർക്കെട്ടാകും, ഇതാണ് നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യും, ഡോക്ടേഴ്സ് ആകും. പല രോഗങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഡോക്ടർ ആകലാണ് പതിവ് അല്ലെ. അപ്പൊ നമ്മളെല്ലാം പഠിച്ച ഒരു ഡോക്ടർ ആണെന്നുള്ള ഈ പറയുന്ന പല ഡിപ്പാർട്ട്മെന്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ഓരോ ഡോക്ടർമാരെയും വെല്ലുന്ന രീതിയിൽ എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച ഒരു സ്പെഷ്യലിസ്റ്റ് ആകും നമ്മൾ ചില സാഹചര്യങ്ങളിൽ അല്ലെ. മടിയും പല കാരണങ്ങളുണ്ട്, ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോരാ ഇനി എന്തൊക്കെ രോഗം നമുക്ക് മനസ്സിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞ മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നും, മാനസികമായിട്ടുള്ള പല ടെൻഷൻസും വരും അല്ലെ. അതൊഴിവാക്കാൻ അങ്ങനെ ഒരു കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം ഫാക്ടേഴ്സ് എല്ലാം കൂടി നമ്മൾ സ്വന്തമായിട്ട് ഇന്ന മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ താൽക്കാലികമായ മേഖലകളൊക്കെ നമ്മളിങ്ങനെ അകറ്റി നിർത്തും. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് മാറുന്നില്ല എങ്കിൽ ഇറ്റ് മേ ബി സം അതർ റീസൺസ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ആ രോഗത്തിന്റെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം അത് മാറാത്ത, അതിനുള്ള ട്രീറ്റ്മെന്റ് കിട്ടാത്തതുകൊണ്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോഴാണ് എന്ത് ചെയ്യും, സ്റ്റേജസ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകും. ചില സ്റ്റേജസ് പിന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ബിഗിനിങ് സ്റ്റേജിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ടാകും. അപ്പൊ ചിലപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ സൂചിക്ക് എടുക്കേണ്ടത് തുമ്പയ്ക്ക് എടുക്കേണ്ട അവസ്ഥയിൽ നമ്മൾ തന്നെ കൊണ്ടുവന്നെത്തിക്കും. അതിന് കുറെ ഉത്തരവാദിത്തമൊക്കെ നമുക്ക് തന്നെയാണ്. ഓക്കെ, ബിഗിനിങ് സ്റ്റേജിൽ അതൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാനും ഒക്കെ പറ്റും. അപ്പൊ അത്തരം മെഡിസിൻസ് ഒക്കെ കൊടുത്തോ കീമോതെറാപ്പി സ്റ്റേജിലൊക്കെ ആണെങ്കിൽ അതിലൂടെയൊക്കെ നമുക്ക് ആ ഒരു ക്യാൻസേഴ്സ് മാറ്റാൻ പറ്റും. അതിനെയാണ് നമ്മൾ മെഡിക്കൽ ഓങ്കോളജി എന്ന് വിളിക്കാം. സെക്കൻഡ് വൺ എന്താ, ആ പേരിൽ തന്നെയുണ്ട് സർജിക്കൽ ഓങ്കോളജി. വാട്ട് ഇൻക്ലൂഡ്സ് സർജറി. ഇതിനകത്ത് സർജറി ഉൾപ്പെടുന്നതാണ്.
സർജറി. ആ സർജറി എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിംഗ് ബയോപ്സി, സർജിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്. അതായത് ബയോപ്സിക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഈ ട്യൂമേഴ്സ് അത് മുറിച്ച് അവിടെ നിന്ന് എടുത്ത് ബയോപ്സിക്ക് സെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ട്യൂമേഴ്സ് എന്താ പറയാ റിസെക്ട് ചെയ്ത് കളയുക എന്ന് പറഞ്ഞാൽ എന്താ പറയാ വിഘടിപ്പിച്ച് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് അത് റിമൂവ് ചെയ്ത് കളയുന്നതൊക്കെ ഉൾപ്പെടുന്ന സർജറി ആവശ്യമായ ഒരു ഓങ്കോളജിയാണ് നമ്മളുടെ സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വലുതായി ഭയങ്കര ഗ്രോത്ത് ഒക്കെ ആയി കഴിയുമ്പോൾ ഇത് എടുത്ത് എന്താ പറയാ ഈ മരുന്ന് കൊണ്ട് വിട്ടില്ല, അപ്പൊ അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യണം, എന്നിട്ട് അത് ബയോപ്സിക്ക് അയക്കണം. ഇതൊക്കെ കൂടി ഉൾപ്പെടുന്നതാണ് സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. Okay, and the next one is radiation oncology. ഇവിടെ എന്താ പ്രത്യേകത? Radiation therapy it cares targeted on regulator of high dose acceleration radiation ഉള്ള ഒരു ഇതിലൂടെയാണ് ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയേഷൻ ഉപയോഗിക്കുന്നത്. ഇതില് നമ്മുടെ റേഡിയേഷൻ ഓങ്കോളജി അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ടാകും. അതായത് നമ്മൾ ആ ട്യൂമർ പോലെയുള്ള സാധനങ്ങൾ റിമൂവ് ചെയ്ത് കളഞ്ഞെങ്കിലും അതിന്റെ എന്താ പറയാ വേരോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഇങ്ങനെ മറ്റ് ഓർഗൻസിലേക്ക് ചിലപ്പോൾ വ്യാപിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഇത് റേഡിയേഷൻ കൊടുത്ത് അതിന്റെ ആ ക്യാൻസർ സെൽസിനെ എന്താ പറയാ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓങ്കോളജി വിഭാഗമാണ് നമ്മുടെ റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, റിസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സ്റ്റേജിൽ വേറെ വേറെ സ്റ്റേജസിലുള്ള ട്രീറ്റ്മെന്റുകൾ. തുടക്കം തന്നെയാണെങ്കിൽ നമുക്ക് മെഡിസിൻസിലൂടെ കീമോതെറാപ്പിയിലൂടെ ഒക്കെ കൊടുക്കാം. അതിനുശേഷം കുറച്ചുകൂടിയൊക്കെ പിന്നെ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അത് എടുത്ത് റിമൂവ് ചെയ്യേണ്ടി വരും. കാരണം അവിടെ വെച്ച് തന്നെ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് എടുത്ത് റിമൂവ് ചെയ്ത് പുറത്ത് വെച്ച് ഒന്ന് ബയോപ്സിക്കൊക്കെ അയച്ച് ഹാംഫുൾ ആണ് എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ടി വരും. അതിനെ റിസെക്ട് ചെയ്ത് കളയണം. ഇനി അത് കൂടാതെ മറ്റ് ഓർഗൻസിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ടെങ്കിലാണ് റേഡിയേഷൻ കൊടുത്തിട്ട് അതിന്റെ ക്യാൻസർ സെൽസിനെയൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പല പല കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ വിഭാഗത്തിലായിരിക്കും നമ്മുടെ ഓങ്കോളജി വരിക. അപ്പൊ മെഡിക്കൽ ഓങ്കോളജിയും സർജിക്കൽ ഓങ്കോളജിയും റേഡിയേഷൻ ഓങ്കോളജിയും എല്ലാം തന്നെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള മേജർ ഏരിയാസ് ആണ്. പ്രധാനപ്പെട്ട മൂന്ന് തലങ്ങളാണ്, മൂന്ന് പ്രതലങ്ങളാണ് പറയാം: മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് അത് മൂന്നെണ്ണം. ഓരോന്നും എന്തിലാണ് പർട്ടിക്കുലർലി അത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? ഒന്നാമത്തേല് മെഡിസിൻസ്, കീമോതെറാപ്പി. രണ്ടാമത്തേല് സർജിക്കൽ, സർജറി ഓഫ് ബയോപ്സിയും കഴിക്കുക, പിന്നെ എന്തുള്ളത് റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്, അത് രണ്ടുമാണ്. മൂന്നാമത്തേല് റേഡിയേഷൻ തെറാപ്പിയില് ടാർഗറ്റഡ് ഓൺ ഹൈ ഡോസസ് ഓഫ് എനർജിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. റേഡിയേഷൻ എനർജി ഉപയോഗിക്കുന്നു ഇതിന് വേണ്ടിയിട്ട് ടു കിൽ ദ ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കിട്ടി? എന്താണ് ഓങ്കോളജി മനസ്സിലായില്ലേ? നമുക്ക് അത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ള അത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതിനെ കൂടുതൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനൊന്നുമില്ല. ഓക്കെ, എന്താണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്? വേരിയസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് നടത്തുന്ന സ്ഥലം. ഡയഗ്നോസിസ് ചെയ്യണം, ട്രീറ്റ്മെന്റ് കൊടുക്കണം, അത് വരാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും ഒക്കെ ഉപയോഗപ്പെടുത്തി ക്യാൻസറസ് ട്യൂമേഴ്സിനെ റിമൂവ് ചെയ്യുക, ബ്ലഡ് ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഓങ്കോളജിയിൽ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. നമുക്ക് ഒഫ്താൽമോളജി ആണ്. വാട്ട് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് ഒഫ്താൽമോളജി? ഇതിന് വേണ്ടിയിട്ടുള്ളതാ. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഐ പ്രോബ്ലംസ് ഫോർ നോട്ട് ഓൺലി ചിൽഡ്രൻ ബട്ട് ഓൾസോ അഡൽട്സിനും ചിൽഡ്രനും കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള കണ്ണിന്റേതായ പ്രശ്നങ്ങൾ, കണ്ണിന്റെ ഡിസോർഡേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കണ്ണിന്റെ പ്രശ്നങ്ങളൊക്കെ എന്താ പറയാ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതും വരും. അതായത് ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തില് അവരുടെ അപ്പിയറൻസിൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ആൾക്ക് എന്തെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതെന്താണ് അതിന്റെ പ്രശ്നം, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റുകൾ ബോത്ത് ചിൽഡ്രനും അഡൽട്സിനും ഒക്കെ ഈ ഒരു വിഭാഗം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒഫ്താൽമോളജി എന്ന് പറയുന്ന വിഭാഗം. ഇനി എന്തൊക്കെ സർവീസസ് ആണ് നമ്മുടെ ഒഫ്താൽമോളജി പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും എന്തൊക്കെയാണ് നമ്മുടെ ഒഫ്താൽമോളജിയിലുള്ളത്? ഒന്നാമത്തേത് ജനറൽ ഐ ക്ലിനിക് ട്രീറ്റ്മെന്റുകളൊക്കെ, അപ്പോയിന്റ്മെന്റുകൾ. നമ്മുടെ സാധാരണ കണ്ണിന് വരുന്ന പ്രശ്നങ്ങളൊക്കെ എന്താ പറയുക അപ്പോയിന്റ്മെന്റ് കൊടുത്ത് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒഫ്താൽമോളജിസ്റ്റുകളെ കാണാനായിട്ട് പോകുമ്പോൾ അവിടെ സാധാരണ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒത്തിരി വലിയ ഗാഢമായിട്ടുള്ളതല്ല, അത് നോർമൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ലേസർ ട്രീറ്റ്മെന്റ്സ് മറ്റൊന്നാണ്. അതെന്താ ലേസർ ട്രീറ്റ്മെന്റ്സ്? അതായത് നമുക്ക് പെട്ടെന്ന് ഇതിനെ എന്താ പറയാ ചില കണ്ണിന്റെ പ്രശ്നം, കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ലേസർ എന്താ പറയാ ലേസേഴ്സ് ഉപയോഗിച്ചിട്ട് കണ്ണിന്റെ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് കണ്ണ് മാറ്റിയിട്ടൊക്കെ നടക്കാം.
കണ്ണട വെച്ച ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അതിന്റെ കണ്ണട റിമൂവ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കാതെ കണ്ണട ഉപയോഗിക്കാതെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒത്തിരി അഡ്വർടൈസ്മെന്റുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ, പരസ്യങ്ങളൊക്കെ. അപ്പൊ അവർക്കൊക്കെ ഈ പറയുന്ന ലേസർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് അത് കൊടുക്കുന്നത്. അപ്പൊ ലേസർ ട്രീറ്റ്മെന്റുകളും ഐ സർവീസസിൽ പെട്ടതാണ്. കണ്ണിന്റെ ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് അത് ഒഫ്താൽമോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ എന്താണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന വിഭാഗം. ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഒപ്റ്റോമെട്രി. അതായത് അതൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ എക്സ്പേർട്സ് ആണ്. Those who are concentrated on the structures of our eyes and its abnormalities. നമ്മുടെ കണ്ണിന്റെ ഘടന, അതുപോലെ തന്നെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അബ്നോർമാലിറ്റീസ്, കണ്ണിന്റെ എന്തെങ്കിലുമൊക്കെ ക്രമക്കേടുകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച ഒരു എക്സ്പേർട്ട്, എന്താ പറയുക, എക്സ്പേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദഗ്ധരായവര്, അതിൽ വൈദഗ്ധ്യം നേടിയ ഒരു വിഭാഗം, അതിനെയാണ് നമ്മൾ ഒപ്റ്റോമെട്രി എന്ന് വിളിക്കുക. കണ്ണിന്റെ അബ്നോർമാലിറ്റീസ്, ഡിഫെക്ട്സ്, ഇതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പഠിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്പേർട്സ് ആണ് കേട്ടോ, പ്രൊഫഷണൽസ് ആണ്, അല്ലെങ്കിൽ വിദഗ്ധരായ ആ ഒരു വിഭാഗം, അതിനെയാണ് നമ്മൾ ഒപ്റ്റോമെട്രി എന്ന് വിളിക്കുക. മറ്റൊന്നാണ് ഓർത്തോപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓർത്തോപ്റ്റിക്സ് എന്താ ചെയ്യുന്നത്? ദേ ആർ ഓൾസോ പ്രൊഫഷണൽസ്. അവരും എന്താ പറയാ എക്സ്പേർട്ടുകളാണ്, പ്രൊഫഷണൽസ് ആണ്. ടു എന്താ പറയാ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഡിഫെക്ട്സ് വിച്ച് ഇസ് റിലേറ്റഡ് ടു അവർ ഐ മൂവ്മെന്റ് പ്രോബ്ലംസ്, ദെൻ എന്താണ് പറയാ ഹൗ ദ ഐ വർക്ക്സ് ടുഗദർ, ബൈനോക്കുലർ വിഷൻ, അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ഓർത്തോപ്റ്റിക്സുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബൈനോക്കുലർ വിഷനിലാണ്. നമ്മുടെ കണ്ണിന്റെ മൂവ്മെന്റുകള്, അത് മാത്രമല്ല നമ്മൾ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ ഹൗ ക്യാൻ ബി കോൺസെൻട്രേറ്റ്, നമ്മുടെ ആ സൈറ്റ് കാഴ്ച നമുക്ക് ആ ഒരു വസ്തുവിൽ എങ്ങനെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാം, ഒറ്റ ഒരു എന്താ പറയാ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വിഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ, മൂവ്മെന്റുകൾ എങ്ങനെയാണ് കണ്ണിന്റെ, അത്തരം പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപെഡിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം. അതിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു ബൈനോക്കുലർ വിഷൻ. നമ്മളൊരു വസ്തുവിനെ നോക്കുമ്പോൾ ഒന്നായിട്ട് തോന്നുക, സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി, ചില ആളുകൾക്ക് ഡബിൾ ഒക്കെ ആയിട്ട് ചില സമയത്ത് തോന്നും അല്ലെ, കണ്ണിന്റെ ഇതുപോലെയുള്ള ഡിസോർഡേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അത്തരം ഡിസോർഡേഴ്സുകളൊക്കെ മാറ്റി ബൈനോക്കുലർ വിഷൻ കേപ്പബിൾ ആക്കി കൊടുക്കുന്ന രീതിയിലുള്ള പ്രൊഫഷണൽസ് അല്ലെങ്കിൽ എക്സ്പേർട്സ് ആണ് നമ്മുടെ ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വേർഡ് ഓർത്തോപ്റ്റിക്, അതുപോലെ തന്നെ ഒപ്റ്റിക്കോസ് എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വേർഡ്സ് ജോയിൻ ചെയ്ത് കമ്പൈൻ ചെയ്തിട്ടാക്കിയതാണ് ഓർത്തോപ്റ്റിക്സ്. അതുപോലെ തന്നെ ഒപ്റ്റിക്കോസ് എന്ന് പറയുന്ന ടു വേർഡ്സ് ആണ്. ഓർത്തോപ്റ്റിക് എന്ന് പറയുന്നതിന്റെ അർത്ഥം സ്ട്രെയിറ്റ്, നേരെയുള്ളത്. ആൻഡ് ഒപ്റ്റിക്കോസ് എന്ന് പറയുന്ന വേർഡ് മീനിങ് ബിലോങ്ങിങ് ടു റൈറ്റ് അല്ലെങ്കിൽ സൈറ്റ്, റിലേറ്റിംഗ് ടു സൈറ്റ്, നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന രണ്ട് അർത്ഥങ്ങൾ വരുന്ന വേർഡുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഓർത്തോപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. മോസ്റ്റ് കോമൺലി കോൺസെൻട്രേറ്റഡ് ഓൺ ബൈനോക്കുലർ വിഷൻ ടു ലുക്ക് സ്ട്രെയിറ്റ്. നമ്മൾ കാഴ്ച നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ നേരെയാണെന്ന് തോന്നും, പക്ഷെ നമ്മുടെ കാഴ്ച അവിടെ കൃത്യമായിട്ട് ഒരു വസ്തുവിൽ ഒരെണ്ണമായിട്ട് തന്നെ പതിപ്പിക്കാനായിട്ട് പറ്റണം. അപ്പോഴാണ്, അല്ലെങ്കിൽ ഡബിൾ ആയിട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് കേട്ടോ. ഇനി ഈ പറയുന്ന വേർഡ് ഉണ്ടാക്കിയിരിക്കുന്ന ആ രണ്ട് വേർഡ്സിന്റെയും മീനിങ്സ് മറക്കരുത്. ഗ്രീക്ക് വേർഡ്സ് ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, ഓർത്തോപ്റ്റിക്കും ഒപ്റ്റിക്കോസും. ഓക്കെ, ദെൻ അടുത്തത് എന്താ, ഒഫ്താൽമിക് ഇമേജിംഗ്. അതും ഒരു സേവനമാണ്, ഒഫ്താൽമോളജിയിൽ കൊടുക്കുന്ന മറ്റൊരു സേവനമാണ് ഒഫ്താൽമിക് ഇമേജിംഗ്. ദാറ്റ് മീൻസ് ടു യൂസ് സം സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ് ടു ക്രിയേറ്റ് ഡീറ്റെയിൽഡ് ഇമേജസ്. നമ്മുടെ കണ്ണിന്റെ കാഴ്ചയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഇമേജിംഗ് തരുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക. അതുപയോഗിച്ച് നമ്മുടെ കണ്ണിന്റെ എല്ലാ ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തി പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒഫ്താൽമിക് ഇമേജിംഗ്. ഒരു വസ്തുവിനെ കൃത്യമായിട്ട് ആ വസ്തുവായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്ന രീതിയിലേക്ക് ചെറിയ എക്യുപ്മെന്റുകൾ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യാം. അതാണ് ഒഫ്താൽമിക് ഇമേജിംഗ്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് സർവീസസ് വിച്ച് ഇസ് പ്രൊവൈഡഡ് ബൈ ഒഫ്താൽമോളജി. ഒഫ്താൽമോളജി പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സേവനങ്ങൾ മറക്കണ്ട. ജനറൽ ഐ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ്, ലേസർ ട്രീറ്റ്മെന്റ്, ഒപ്റ്റോമെട്രി, ഓർത്തോപിക്സ് ആൻഡ് ഒഫ്താൽമിക് ഇമേജിംഗ്. 5 ഉണ്ട്. 5 ഡിഫറെന്റ് സേവനങ്ങളാണ്, സർവീസസ് ആണ് ഒഫ്താൽമോളജി പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ ഒഫ്താൽമോളജി? ഓക്കെ, യെസ്. അതെന്താ, ഏതൊക്കെ സർവീസസ് ആണെന്ന് എന്തായാലും പ്രത്യേകം പഠിച്ചു വെക്കണം കേട്ടോ. ഏതൊക്കെ എന്താ പറയാ നമ്മളുടെ ഒഫ്താൽമോളജിയിൽ വരുന്ന സർവീസസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്. ഡാഷ് ആർ ദ സർവീസസ് ഇൻക്ലൂഡഡ് ഇൻ ഒഫ്താൽമോളജി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 1-2 3 പേര് തരും. ഒരെണ്ണം ചിലപ്പോൾ അതിലില്ലാത്തത് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം തന്നിട്ട് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കും.
അപ്പൊ ഇതെല്ലാം വരും. അല്ലെങ്കിൽ ഒന്നും ഇതിനകത്തില്ല, ഒരെണ്ണം മാത്രം തന്നിട്ട് ബാക്കിയുള്ളത് ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ എന്താ പറയുക ഓപ്ഷൻസ് തരും. അപ്പൊ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ളതാണ്. ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ് സാധാരണ നമുക്ക് കിട്ടുന്ന ഐ ക്ലിനിക്കുകൾ, അത് ക്ലിനിക്കൽ അപ്പോയിന്റ്മെന്റുകളാണ്. കണ്ണിന്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട്. മറ്റേതൊക്കെ സ്പെഷ്യലൈസ്ഡ് ആണ്. ലേസർ ട്രീറ്റ്മെന്റ് ലേസർ ഉപയോഗിച്ചിട്ട് കണ്ണിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ്. ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് എക്സ്പേർട്ടുകളാണ്, എക്സ്പേർട്ട് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, പ്രൊഫഷണൽസ് ആണ്. അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. ഏതില് നമ്മൾ എന്തെങ്കിലും നമ്മളുടെ കണ്ണിന്റേതായ ഫങ്ഷനിങ്ങോ സ്ട്രക്ചേഴ്സിലൊക്കെ എന്തെങ്കിലും ഡിഫക്റ്റ് അബ്നോർമാലിറ്റീസ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രത്യേക വിഭാഗം, അതിൽ മാത്രം കണ്ണിന്റെ സ്ട്രക്ചർ മാറുക, ഘടനയിൽ മാറ്റം വരിക, അപ്പൊ അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള എക്സ്പേർട്സ് ആണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്നത് ആരാ? അത് ബൈനോക്കുലർ വിഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വിഭാഗമാണ്. ഓക്കെ, എല്ലാം വേറെ വേറെ ആണ് കേട്ടോ, എല്ലാം കൂടി ഒരുമിച്ച് ആണെന്ന് വിചാരിക്കും. ഒഫ്താൽമിക് ഇമേജിംഗ് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സ് ആർ യൂസ്ഡ് ഫോർ സപ്പോർട്ടിംഗ് ദ ഇമേജിംഗ്. നമ്മുടെ ഇമേജസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യുക, അതാണ് ഒഫ്താൽമിക് ഇമേജിംഗ്. ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആയോ? ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ഒപ്റ്റോമെട്രി എന്താന്ന് ചോദിച്ച ആൾക്ക് മനസ്സിലായോ? ചോദിച്ച ആളോട് പോയാമോ? നെക്സ്റ്റ് വൺ, ഗ്രീക്ക് വേർഡിന്റെ മീനിങ് എന്താണോ? ഏത് ഗ്രീക്ക് വേർഡിന്റെ മീനിങ് എന്താണെന്നാണോ? ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡാണ്. ആ വേർഡിന്റെ മീനിങ് സ്ട്രെയിറ്റ് എന്നാണ്. ഒപ്റ്റിക്കോസ് എന്ന് പറയുന്നതിന്റെ മീനിങ് റിലേറ്റിംഗ് ടു സൈറ്റ് എന്നാണ്. ഗ്രീക്ക് എന്ന് പറഞ്ഞ ഒരു ഭാഷയാണ്. ഗ്രീക്ക്, ഹിബ്രു എന്നൊക്കെ പറഞ്ഞിട്ട് ഭാഷകളുണ്ട്, പണ്ടത്തെ ഭാഷകളാണ്. ഓക്കെ, ഗ്രീക്ക് ഭാഷ, ഹിബ്രു ഭാഷ, ബൈബിളൊക്കെ എഴുതിയിരിക്കുന്ന പണ്ടത്തെ ഭാഷകളാണ് ഇതൊക്കെ. പണ്ടൊക്കെ അങ്ങനത്തെ ഒരുപാട് ഭാഷ, നമ്മൾ ഈ മലയാളം, ഹിന്ദിയും അതുപോലെ തന്നെ ഇംഗ്ലീഷൊക്കെ മാത്രം അല്ല, ഭാഷകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതിനകത്താണ്. അപ്പൊ ഗ്രീക്സ് അവര് പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ വാക്ക് അതിൽ നിന്നും എടുത്തേക്കുന്നത്, എടുത്തിരിക്കുന്നതാണ് കേട്ടോ. Okay, orthopedics. Next department is orthopedics, which handles the problems that affect our musculoskeletal system. നമ്മുടെ musculoskeletal സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. മസിൽസ്, നമ്മുടെ ബോൺസ് അല്ലെ, നമ്മുടെ എല്ലുകള്, അസ്ഥികൂടം അല്ലെ. അസ്ഥികൂടം എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ഫ്ലഷ് ആൻഡ് എന്താ പറയാ നെർവ്സ്, ഫ്ലഷ്, ബ്ലഡ് ഇതൊന്നും ഇല്ലാതിരിക്കുന്ന നമ്മളുടെ ബോഡിന്റെ സ്ട്രക്ചർ രൂപീകരിക്കുന്ന ഒരു സാധനം അല്ലെ, നമ്മളെയൊക്കെ നിർത്തുന്നത്. മസിൽസും ബോൺസും ഒക്കെയാണ് നമ്മൾ ഓരോ നമ്മളുടെ അവയവങ്ങളൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനും ഒക്കെ നമുക്ക് ഒരു ആദ്യ സ്ട്രെങ്ത് തരുന്നത് ബോൺസ്, മസിൽസ് ഒക്കെയാണ്. അപ്പൊ ഇഫ് യു ഹാവ് എ ഡിഫക്റ്റ് റിലേറ്റിംഗ് ടു മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം, ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഹാൻഡിൽസ് ഈസ് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് അതിനകത്ത് വരുന്ന ഇൻക്ലൂഡ് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ അവയവങ്ങളിലാണ് ഇതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? ഒന്ന് ബോണസ് അല്ല, അത് സ്പെല്ലിംഗിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. BONES ആണ്, യു മാറ്റി അവിടെ ഒന്ന് ഇ ആക്കുക. ഇത് ബോണസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഒന്ന് തിരുത്താം. ബോണസ് എന്നല്ല, അത് ബോൺസ് എന്നാണ്. BONES, ബോൺസ് നമ്മളുടെ അസ്ഥി, അതുപോലെ മസിൽസ്, ടെൻഡൻസ്, ഈ ചലന ഞരമ്പ്, അതൊക്കെയാണ് ചലന ഞരമ്പ്. നമുക്ക് ചലിക്കുമ്പോൾ ഒരു ഞരമ്പുണ്ട്, അത്. പിന്നെ ലിഗ്മെന്റ്, അതുപോലെ തന്നെ മുട്ടിന്റെ അവിടെ രണ്ട് സ്ഥലത്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെയാണ് ലിഗ്മെന്റ് പ്രോബ്ലം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ചില ആൾക്കാർ പറയാറുണ്ടല്ലോ ലിഗ്മെന്റ് പ്രോബ്ലം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? യെസ്, അതായത് ഈ കൂടുതലും എന്താ പറയാ നമ്മളുടെ കായികമായിട്ടുള്ള സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കാണ്, കളിക്കാർക്ക് ഒക്കെ വരുന്ന ഒരു പ്രശ്നമാണ്. കൂടുതലും അവരാണ് അത്തരം പ്രോബ്ലംസ് ഫേസ് ചെയ്യുക, ലിഗ്മെന്റ് പ്രോബ്ലംസ്. ബിക്കോസ് അവർക്ക് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യേണ്ടി വരും. ആ പെട്ടെന്ന് ഉണ്ടാകുന്ന ഡിസ്റ്റിൽ വരുന്ന ചില കംപ്ലൈന്റുകളാണ് ലിഗ്മെന്റ് പ്രോബ്ലംസ്. പിന്നെ അതുപോലെ തന്നെ മറ്റു ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാ കൊടുക്കുക? ബോൺസ്, ഹിപ്പ് റീപ്ലേസ്മെന്റ്, ബോൺസ് അസ്ഥികൾ മാറ്റിവെക്കല്, ഹിപ്പ് റീപ്ലേസ്മെന്റ്, ഇടുപ്പിലൊക്കെ വലിയ എന്താ പറയുക വീണത്തൊക്കെ വലിയ തകർച്ചയൊക്കെ വരുമ്പോ അത് റീപ്ലേസ് ചെയ്യുന്നത്. നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, മുട്ടിന്റെ ചിരട്ട എന്ന് പറയും അല്ലെ, ആ ഒരു കവർ, ഒരു ഇതുപോലത്തെ സാധനം ഉണ്ടല്ലോ മുട്ടിന്റെ അവിടെ. അപ്പൊ അതിലൊക്കെ റീപ്ലേസ്മെന്റും അതുപോലെ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്യും. ഔട്ട് പേഷ്യന്റ് സർവീസസ് ആർ ഓൾസോ അവൈലബിൾ. എന്താ പറയാ ട്രീറ്റ്മെന്റ് ഓഫ് ഫ്രാക്ചേഴ്സ് ആൻഡ് ഓൾസോ ഡിസ്ലൊക്കേറ്റഡ് ജോയിന്റ്സ്. അതായത് നമ്മുടെ വഴിയിലൊക്കെ എവിടെയെങ്കിലും ആക്സിഡന്റ് പറ്റിയോ വീട്ടിലോ എവിടെയെങ്കിലൊക്കെ വീടിന് വീണോ ഒക്കെ ഉണ്ടാകുന്ന ഫ്രാക്ചേഴ്സ്, പെല്ലിനൊക്കെ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഔട്ട് പേഷ്യന്റ് സർവീസസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ
കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഡിസ്ലൊക്കേഷൻ ഓഫ് ജോയിന്റ്സ്. ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കുഴ തെറ്റുക എന്ന് കേട്ടോ. കുഴ തെറ്റുക എന്ന് ഇപ്പൊ ജോയിന്റുകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇവിടെയൊക്കെ. ഈ ജോയിന്റിലൊക്കെ പെട്ടെന്ന് അതിങ്ങനെ തെറ്റും. ഒടിയല്ല, പൊട്ടലല്ല, ബോൺസിന്റെ പൊട്ടലല്ല, ബ്രേക്കിംഗ് അല്ല, പക്ഷെ ഇത് ഇങ്ങനെ തെറ്റും. എന്ന് വെച്ചാൽ നമ്മളിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ബാക്കോട്ടോ വലിയ നമ്മൾ സഡൻ ആയിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോ എന്താ പറയാ, ഇവിടുന്ന് കുഴ തെറ്റി ഇങ്ങനെ ചെയ്യും. അതായത് നമ്മൾ കാണില്ല, പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യും. അവർക്ക് വേദന ഉണ്ടാകുന്ന നേരം അത് ഹോസ്പിറ്റൽസിൽ പോയി കഴിഞ്ഞാൽ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിൽ അവരത് വലിച്ചിടുക എന്നൊക്കെ പറയും. അതിനെ പെട്ടെന്ന് പിടിച്ച് അവർക്ക് ഇടാനായിട്ട് അവർക്ക് അതിനുള്ള നാക്കുണ്ട്. മനസ്സിലായോ? അതിനെയാണ് വിലങ്ങൽ എന്ന് പറയാമോ എന്ന് എനിക്കറിയാം. വിലങ്ങലാണോ? കുഴ തെറ്റുക എന്നുള്ളത് തന്നെയാണ്. കുഴയൊക്കെ തെറ്റില്ലേ? വീഴുമ്പോഴും കുഴ തെറ്റാറ്, മുട്ടിന്റെ കൈയുടെ ഒക്കെ കുഴ തെറ്റുക. ഓക്കെ, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. വിലങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ, നമ്മളിപ്പോ നടുമിന്നുക വിലങ്ങുക എന്ന് പറയും. അതാണോ? അതല്ലല്ലോ അത്. പക്ഷെ നമ്മള് ഇപ്പൊ ഹോസ്പിറ്റൽസിൽ പോയി പിടിച്ചിടൊന്നും വേണ്ട. അത് നമുക്ക് തന്നെ കുറച്ച് കഴിയുമ്പോ എന്തെങ്കിലും ഇട്ട് നമ്മളൊന്ന് ഇതാക്കി കഴിയുമ്പോ ഒന്ന് തിരുമ്പൊക്കെ ചെയ്യുമ്പോ അത് മാറും അല്ലെ? പക്ഷെ ഈ കുഴ തെറ്റില് പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റില്ല. അത് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പോയാലേ അത് പിടിച്ചൊക്കെ അവർക്ക് കുഴ കറക്റ്റ് ആയിട്ട് അതിന്റെ ലോക്കിലേക്ക് കൊണ്ടുവന്നിടാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ പറഞ്ഞില്ലേ, നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നൊരു മെഷീനാണ്. പല ഓർഗൻസും എന്താ പറയാ ചെറിയ ചെറിയ പാർട്സ് ആണ്. ഈ പാർട്സ് ഒക്കെ അവിടെ ഇവിടെ ഇങ്ങനെ പിടിച്ചു കൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പല ഇതിനോടും കണക്ട് ചെയ്താണ്. ഒറ്റയ്ക്കൊന്നും കിടക്കുന്നില്ല, എല്ലാം പലതിനോടും കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പൊ ആ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പതുക്കെ ഒന്ന് ജോയിന്റുകളൊക്കെ ആണെങ്കിൽ അവിടൊക്കെ വിട്ടുപോകും. അപ്പൊ ആ വിട്ടുപോകുന്നത് യൂഷ്വലി ഈ ഷോൾഡേഴ്സിൽ നിന്നാണ് ഡിസ്ലൊക്കേഷൻസ് ചിലർക്കൊക്കെ വരിക. അതുപോലെ മുട്ടിന്റെ ഒക്കെ ചിലർക്ക് ഇതൊരു എന്താ പറയാ ഒരു രോഗം എന്നതുപോലെ വരും. എന്ന് വെച്ചാൽ ഒരു പ്രായം വരെ ചില കുട്ടികളിലൊക്കെ പെട്ടെന്ന് ഒന്ന് പതുക്കെ ഒന്ന് വല്ല ഗേറ്റിന്റെ ഇടയിൽ കൂടി പോകുമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യം ചെയ്താൽ മതി, അപ്പോഴേക്കും ഇവിടെ ഡിസ്ലൊക്കേഷൻ ആകും. അപ്പൊ അത് അങ്ങനെ മാറ്റാൻ പറ്റും. വലിയ വേദനയൊക്കെ ഉണ്ടാവും, പക്ഷെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇടാം. വേറെ പ്രശ്നമൊന്നുമില്ല. അത് വേദന സഹിക്കേണ്ടി വരും, അത്ര തന്നെ. അതൊരു ഏജ് വരെ ചില കുട്ടികളിൽ മാത്രം അത് പ്രകടമാകുന്നതാണ്. പക്ഷെ അത് മാറിക്കോളും. അത് ആ ഒരു ഏജ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ എല്ലൊക്കെ ഒന്ന് സ്ട്രെങ്തി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എവറിത്തിങ് വിൽ ബി ഓക്കെ. അപ്പൊ എന്താണ്? അതാണ് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്താ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്? മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം ട്രീറ്റ് ചെയ്യുന്ന ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ബോൺസ്, മസിൽസ്, ടെൻഡൻസ്, ലിഗമെന്റ്, റീപ്ലേസ്മെന്റ് ഓഫ് ബോൺസ്, എന്താണ് നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് ആൻഡ് ഓൾസോ ഔട്ട് പേഷ്യന്റ് സർവീസസിൽ വരുന്നതിൽ എന്താണ് കൊടുക്കുന്നത്? ട്രീറ്റിംഗ് ഫ്രാക്ചേഴ്സ് ആൻഡ് ഡിസ്ലൊക്കേഷൻ ഓഫ് ജോയിന്റ്സ്. ഇതെല്ലാമാണ് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. The next department, pediatrics and neonatology. Pediatrics and neonatology department ആണ് next one. Then what is pediatrics? നമുക്ക് എല്ലാവർക്കും familiar ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? Which provides comprehensive outpatient and also inpatient care for sick infants and children. Sick infant എന്താണ്? ശിശുക്കൾ അല്ലെ? ശിശുക്കൾക്കും അതുപോലെ കുട്ടികൾക്കും ഒക്കെ എന്താ പറയാ ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് തലത്തിൽ വളരെയധികം ട്രീറ്റ്മെന്റുകൾ വേണ്ട ഒരു അവസ്ഥകളാണ് അല്ലെ? കൊച്ചുകുട്ടികൾക്കൊക്കെ ആവുമ്പോൾ നമുക്കറിയില്ല. ഇതുങ്ങൾ കിടന്ന് കരയുമ്പോഴായിരിക്കും അയ്യോ എന്താ പറ്റിയേ നമുക്കറിയില്ല. അപ്പൊ ചില ശിശുക്കളാകുമ്പോൾ നിങ്ങൾക്ക് പറയാൻ അറിയില്ല. 2 വയസ്സിലൊക്കെ താഴെയുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് കുഞ്ഞു വാവുകളാണെങ്കിലും അതിനേക്കാളും അപ്പൊ ഇതൊക്കെ പ്രശ്നമാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ വേഗം എടുത്തിട്ട് ഓടേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഓൾസോ there is a sub specialty of pediatric department which is known as neonatology. ഇനി ഈ പീഡിയാട്രിക്സിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി, ഒരു കുറച്ചുകൂടി കൂടുതൽ കെയർ കൊടുക്കാൻ വേണ്ടി ഇതിന്റെ തന്നെ ഒരു ശാഖ എന്ന് പറയാം. പക്ഷേ ഇത് മോസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇൻഫന്റ്സ് ആൻഡ് ചിൽഡ്രൻ ഒഴികെ അതല്ലാതെ അതിന് കുറച്ചുകൂടി കെയർ കൊടുക്കേണ്ട ഒരു വിഭാഗമുണ്ട്. That means mainly concentrating on the treatment of premature babies. Premature babies ഇല്ലേ? And also infants, those who are born with many defects and birth ഡിഫക്റ്റുകളുമായിട്ട് ജനിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രിമച്യൂർ ആയിട്ടുള്ള ബേബീസിനും സ്പെഷ്യൽ കെയർ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള ഈ പീഡിയാട്രിക്സിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ് നിയോനൈറ്റോളജി എന്ന് പറയുന്നത്. ഇപ്പൊ ചില കുട്ടികൾ ജനിക്കുമ്പോ തന്നെ പല ഡിഫക്റ്റുകളുമായിട്ട് ജനിക്കുന്നത്.
അതായത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ പല ഡിഫക്റ്റുകളുമായിട്ട് ജനിക്കുന്നവരുണ്ട്. ചില കുട്ടികൾ പ്രിമച്യൂർ ആയിട്ട് ജനിക്കുന്നുണ്ട്, അതായത് 6 മാസത്തിലോ 7 മാസത്തിലോ ഒക്കെ പ്രസവം നടത്തേണ്ടി വരുന്നത് ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ടാകാം, ചിലപ്പോൾ അങ്ങനെ പ്രസവിക്കും. അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് they should be given സ്പെഷ്യൽ കെയർ. അവർക്ക് കുറച്ച് ഇൻക്യുബേഷനും അതുപോലെ സ്പെഷ്യൽ കെയർസും ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനേറ്റോളജി എന്ന് പറയുന്നത്. ആൻഡ് there is a ICU, ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ICU ഉണ്ട്, അതാണ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇവർക്ക് വേണ്ടി മാത്രം, കാരണം വലിയ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് തരുന്ന ICUലൊന്നും ഇതുപോലെയുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര ഒരു ലൈഫിലേക്ക് വരുമോ ഇല്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലുള്ള കുട്ടികളൊക്കെ ഇത്രയും വലിയ ആൾക്കാരെ ICUൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. സോ ദാറ്റ് there will be services which is given by the നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്. അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന നെയ്നേറ്റൽ ഇന്റർനെറ്റീവ് കെയർ യൂണിറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഓൾസോ ഹിയർ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിമച്യൂർ ബേബീസിന് കൊടുക്കുന്ന മെഡിക്കൽ കെയർ മാത്രമല്ല, ലോ ബർത്ത് വെയിറ്റ് ചിൽഡ്രൻ, അതായത് ഭയങ്കര വെയിറ്റ് കുറഞ്ഞ ഭാരക്കുറവ് ജനിച്ചു കഴിയുമ്പോ എന്താണ് ഭാരക്കുറവ് ആയിട്ടുള്ള കുട്ടികള്, പിന്നെ ഉണ്ട് ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉള്ള ബേബീസ്. അതായത് എന്താ ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോ തന്നെ നമുക്കറിയാം ഓരോ മാസങ്ങൾ ചെല്ലുമ്പോൾ ഡെവലപ്ഡ് ആകണം, കുട്ടിയുടെ വളർച്ച ഡെവലപ്ഡ് ആകണം അല്ലെ. ആ പ്രൊപ്പോർഷനേറ്റ് ടു ദ മന്ത്സ്, ആ മാസങ്ങൾക്ക് അനുസൃതമായി ആ ഒരു അനുപാതത്തിൽ കുട്ടികളുടെ വളർച്ചയും ഉണ്ട്. കാരണം ഓരോ പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്യും അവര് അമ്മയുടെ ഭാരം കുട്ടിയുടെ ഭാരവുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കും. ആൻഡ് ഓൾസോ അവരത് നമ്മുടെ മാസത്തിന്റെ ആ ഒരു ഡിസ്റ്റൻസ് കൂടി നോക്കും. 1ാം മാസത്തിൽ ഇത്ര, 2ാം മാസത്തിൽ ഇത്ര, അത്രയും വളർച്ച ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള രീതിയിലാണോ കുട്ടിയുടെ വളർച്ച ഉള്ളതെന്ന് നോക്കും. അപ്പൊ അതല്ലെങ്കിൽ അവർ നമ്മളെ ഇൻഫോം ചെയ്യും അല്ലെ, പറയും നമ്മളോട് ഇങ്ങനെയാണ് കുട്ടിക്ക് ഇത്ര വളർച്ച കുറവൊക്കെ തോന്നുന്നുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് they have to do it അല്ലെ, അവർക്ക് അതൊക്കെ ചെയ്യണം. അപ്പൊ അത്തരം കുട്ടികൾ ഉദരത്തിലായിരിക്കുമ്പോ തന്നെ ലോ വെയിറ്റ് ഉള്ള കുട്ടികളെയാണ് നമ്മൾ ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറയും, വളർച്ചക്കുറവ്. And also many babies who are by birth ഡിഫക്റ്റുകളുള്ള കുട്ടികളുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനേറ്റോളജി എന്ന് പറയുന്നത്. അവർക്കാണ് സ്പെഷ്യലി. മറ്റേത് സാധാ കുട്ടികൾക്ക് ഇത് ജനിച്ചു വേറെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ വീട്ടിൽ പോയി കുറെ കഴിയുമ്പോ കുറച്ച് ദിവസം കഴിയുമ്പോൾ തുടങ്ങി എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് വന്നതിൻ്റെതായ ആ ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ. അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, പിന്നെ വന്നേക്കുന്നത് പുറത്ത് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയറിനോടൊക്കെ എന്താ പറയാ ഒരു ഇതായിട്ട് വരാനായിട്ട് കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പൊ തുമ്മല് ചീറ്റ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ എടുത്തുകൊണ്ട് ഈ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓടണം അല്ലെ, ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഓൾസോ ഇവിടെ പീഡിയാട്രിക് സർജറീസ് ആണ് ഓൾസോ പ്രൊവൈഡഡ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സർജറീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് അപ് ടു ദ ഏജ് ഓഫ് 15 years. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏതൊക്കെ തരത്തിലുള്ള സർജിക്കൽ കണ്ടീഷൻസ് ആവശ്യമുണ്ടോ ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് അണ്ടർ പീഡിയാട്രിക്സ്. അതും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കുട്ടികളുടേതായ രീതിയിലുള്ള പല രോഗങ്ങൾക്കും സർജറീസ് അവൈലബിൾ ആണ് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ പീഡിയാട്രിക്സും അതിന്റെ സബ് സ്പെഷ്യാലിറ്റി ആയ നിയോനേറ്റോളജിയും രണ്ടും ഏകദേശം ഒന്നാണെന്ന് പറയാൻ പാടില്ല കേട്ടോ. രണ്ടും രണ്ടാണ്. കാരണം കൂടുതൽ കോൺസെൻട്രേഷൻ നിയോനേറ്റോളജി ലോ ബർത്ത് വെയിറ്റ്, പ്രീമച്യൂർ ബേബീസ് ഇൽനെസ്, ബർത്ത് ഡിഫക്ട്സുമായിട്ട് വരുന്ന കുട്ടികൾ ഇവർക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഇവരുടെ ഒരു ICU നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ് ആർ ഓൾസോ അവൈലബിൾ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഒരുമിച്ചാണത്. ഓക്കെ. ലോ വെയിറ്റ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പ്രഗ്നൻസി, പ്രഗ്നൻസി പീരീഡിൽ തന്നെ കുട്ടിക്ക് വളർച്ചക്കുറവ്, ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വൺ, അടുത്ത ഡിപ്പാർട്ട്മെന്റ് സൈക്യാട്രിയാണ്. സൈക്യാട്രി വലിയ കാര്യങ്ങളായിട്ട് നമുക്ക് അറിയില്ല എങ്കിലും നമുക്കറിയാം it relates to the behavioral, emotional and cognitive disorders or disturbances of a patient അല്ലെ. അതായത് ഈ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇമോഷണൽ, ബിഹേവിയറൽ, കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഇതിലൊക്കെ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ ഇംബാലൻസ്. എന്താ ഇമോഷൻസ്? വികാരങ്ങൾ അല്ലെ. ബിഹേവിയർ നമ്മുടെ പെരുമാറ്റ ചട്ടങ്ങൾ അല്ലെ, പെരുമാറുന്ന രീതി. കോഗ്നിറ്റീവ് ഫങ്ഷൻ എന്താ? നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ.
ഇതെല്ലാം ഒരു നോർമൽ ആവറേജ് മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ബുദ്ധിപരമായിട്ട് ഓരോ കാര്യങ്ങൾക്ക് എങ്ങനെ പ്രവർത്തിക്കണം, വലിയ മാത്സിന്റെ ഒരു പ്രോബ്ലം ഇട്ട് വന്നിട്ട് അത് സോൾവ് ചെയ്യുന്നത് കോഗ്നിറ്റീവ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഒരു ഇത്ര സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്താൽ മൈനസ് ചെയ്താൽ ഇത് എത്രയാണ്, അതൊരു സാമാന്യ ബോധമുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാകും. അതേസമയം ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മളുടെ ഒരു കോമൺ സെൻസ് ലെവലിൽ നമുക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന പല ആക്ടിവിറ്റീസും ഉണ്ട്. ആൻഡ് ചില പീപ്പിൾസിൽ ഇറ്റ് വിൽ ബി നോട്ട് പ്രോപ്പർ ഫങ്ഷനിങ്, അത് ചിലപ്പോ ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാത്ത അവസ്ഥയിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ പെരുമാറാം, നമ്മളിപ്പോ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പെരുമാറുന്ന ചില ശീലങ്ങൾ, നമ്മൾ എങ്ങനെയാണോ വീട്ടിൽ ഏത് രീതിയിൽ പെരുമാറുന്നോ ആ രീതിയിൽ തന്നെ ആയിരിക്കില്ല നമ്മളൊരു സൊസൈറ്റിയിൽ നമ്മൾ ബിഹേവ് ചെയ്യാം. ഒത്തിരി വ്യത്യാസമുണ്ട്. ആ സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു ക്ലാസ് റൂമിൽ നമ്മൾ ബിഹേവ് ചെയ്യാം, അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ പല പല കാര്യങ്ങളിലും സിറ്റുവേഷൻസ് മാറുന്നതനുസരിച്ച് അവർ ബിഹേവിയറൽ പാറ്റേൺ ഓൾസോ ചേഞ്ചസ്, നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺ മാറും. ഓക്കെ, അപ്പൊ അതിനൊരു രീതിയുണ്ട്. അതെല്ലാവർക്കും നോർമലി എല്ലാവരുടെയും നമുക്ക് നമ്മളുടെ കയ്യിലുണ്ട്, നമ്മളുടെ ഇൻബോൺ നമ്മൾക്ക് എല്ലാവർക്കും നമ്മളുടെ ഉള്ളിൽ തന്നെ അത് ഉണ്ട്. ഓക്കെ, അതുപോലെ ഇമോഷണൽ ഫീലിങ്സ്, കരയേണ്ട സമയത്ത് കരയുക, ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുക, അല്ലെ, ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടുക, ഇങ്ങനെയുള്ള റിയാക്ഷൻസ് നമുക്ക് ചെയ്യാനുള്ളതാ, അല്ലെ. ആ ഇമോഷൻസ് നമ്മുടെ റിയാക്ഷൻസ് ആയിട്ട് നമ്മുടെ പുറത്തേക്ക് വരും. ഒബിയസ്ലി ഇതൊക്കെ പുറത്തേക്ക് വരുമ്പോ ഇത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ ചിലര് ഇത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോ. അതായത് സന്തോഷമാണെങ്കിലും അത് പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഭയങ്കര ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുക, നോർമലിനേക്കാളും കുറച്ചുകൂടി വിരുദ്ധമായിട്ട് കാണുക. അത്തരം ഫങ്ഷൻസിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് എന്താ പറയുക, ഇത്തരം ട്രീറ്റ്മെന്റുകൾ വരുമ്പോൾ they have to investigate, the doctors or the specialist psychiatrist has to make some investigations about the patients. ഈ രോഗങ്ങള് എന്താണ് ഇങ്ങനെ വന്നത്, അതിന്റെ കാരണം എന്താണെന്നൊക്കെ ചിലപ്പോൾ പഠിച്ചൊക്കെ എടുക്കേണ്ടി വരും. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഈ ട്രീറ്റ്മെന്റ് ഇല്ലാത്ത ഇവര് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്ന സം സർവീസസ്, കുറച്ച് സേവനങ്ങൾ കൂടിയുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ടു പ്രൊവൈഡ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്. അതായത് ഇത്തരം പേഷ്യൻസിന് ഒരു സൈക്കോ സോഷ്യൽ, ഒരു മാനസിക സാമൂഹികപരമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യും. അവരുടെ മനസ്സിലുള്ളത് പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്ന് അത് എന്താ പറയാ ഒരു പ്രത്യേക രീതിയിലുള്ള കാര്യങ്ങൾ വായിച്ചെടുത്ത് അറിഞ്ഞ് അവരോട് അവരുടെ ഇന്ററാക്ഷനിലൂടെ അവർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കൗൺസിലിംഗ് കൊടുക്കാം. സെക്കൻഡ് വൺ, ഇൻവെസ്റ്റിഗേറ്റിംഗ്, ട്രീറ്റിംഗ്, ഡയഗ്നോസിംഗ് സൈക്യാട്രിക് ഇൽനെസ്. അവരുടെ രോഗം മനസ്സിലാക്കി എന്താണെന്ന് പഠിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക. സൈക്യാട്രിക് ഇൽനെസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ട്രീറ്റ്മെന്റ് കൊടുക്കുക. അല്ലാതെ ഏത് സൈക്യാട്രിക് പ്രോബ്ലവുമായിട്ട് വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ മരുന്നൊക്കെ കൊടുത്തുവിട്ടില്ല. ദേ ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് അബൌട്ട് ഇറ്റ്. അതായത് ഡോക്ടേഴ്സിന് അതിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി മാത്രമേ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ടു കണ്ടക്ട് IQ ടെസ്റ്റ്. എന്തിനാ നടത്തുക? IQ ടെസ്റ്റുകൾ. ഇന്റലിജൻസ് കോഷ്യന്റ് എന്നാണ് IQന്റെ ഒരു ഫുൾ ഫോം. ഇന്റലിജൻസ് കോഷ്യന്റ്, നമ്മൾ എത്രത്തോളം ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. ചില ആക്ടിവിറ്റീസ് ചെയ്യിക്കുക, ആ ഒരു കാര്യം ചെയ്തിട്ട് അപ്പൊ ആ സാധനത്തോട് എങ്ങനെ ഇയാൾ റിയാക്ട് ചെയ്യുന്നു, IQ പ്രവർത്തിക്കുന്നുണ്ടോ, കോമൺ സെൻസ് ഉണ്ടോന്ന്. ഒരു കോമൺ സെൻസ് ഉള്ള ആള് ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ഒരു സിറ്റുവേഷനോ എങ്ങനെയാണ് അതിനോട് ബിഹേവ് ചെയ്യാന്ന് നമുക്കറിയാം. അതല്ലാതെ അതിന്റെ അപ്പുറത്തെ വേറെ ഏതെങ്കിലും രീതിയിലാണ് അത് റിയാക്ട് ചെയ്യുന്നത്, സം പ്രോബ്ലം, അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് അത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരം കാര്യങ്ങൾ ടെസ്റ്റുകൾ നടത്തുക. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു പ്രൊവൈഡ് ഡി അഡിക്ഷൻ സർവീസസ്. ഇനി എന്തുകൊണ്ടാണ് സച്ച് സൈക്യാട്രിക് ഇൽനെസ് ഇത്തരം പേഷ്യൻസ് അനുഭവിക്കുന്നത്, ഫേസ് ചെയ്യുന്നത്? മോസ്റ്റ്ലി കോമൺ ആയിട്ട് നമുക്ക് പറയാം, മേ ബി സം ടൈപ്പ് ഓഫ് അഡിക്ഷൻസ് ടു എനി പെർട്ടിക്കുലർ തിങ് ഓർ എ പെർട്ടിക്കുലർ എന്താ പറയാ എന്തെങ്കിലും ഒരു സാധനത്തോടോ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തോടോ കൂടുതൽ അഡിക്റ്റഡ് ആകുക. അങ്ങനെ ആയതുകൊണ്ടാകാം ഇത്തരം ആളുകൾ ഈ ഒരു ഇൽനെസ്സിന് ആയിപ്പോയത്, അല്ലെങ്കിൽ ഇത്തരം രോഗം ഇവരെ പിടികൂടിയത്. സൈക്യാട്രിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. എന്തെങ്കിലും ഒരു സാധനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ നിന്നും വിട്ടു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുക. മോസ്റ്റ് പ്രോബബ്ലി നമുക്കറിയാം ലിക്വേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലെ, വെള്ളം അടിക്കുന്ന ആളുകൾ, അല്ലെ, ലിക്വേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന മദ്യം, ലഹരി മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ അത് ഒരു പ്രാവശ്യത്തേക്കല്ലേ 2 പ്രാവശ്യത്തേക്കല്ലേ എന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നു. അവസാനം അത് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പറ്റില്ല എന്നൊരു കാര്യം വരുന്നു, അല്ലെ, അത് ഇല്ലാതെ, അതായത് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല.
വിത്തൗട്ട് ആ ഒരു സാധനം ഉപയോഗിക്കാതെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻസിലേക്ക് പോകുക. ദാറ്റ് മീൻസ് അങ്ങനെ അവര് അഡിക്റ്റഡ് ആയി എന്നാണ് അതിന്റെ അർത്ഥം. അവര് കാര്യത്തെ ചെയ്യാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ they have to be provided de-addiction services. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം? ഡി-അഡിക്ഷൻ. അവരെ ആ അഡിക്റ്റഡ് ആയിട്ടുള്ള അതിൽ നിന്ന് ഡി അഡിക്റ്റ് ആക്കണം എന്ന് വെച്ചാൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതിനു വേണ്ടിയുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ചിലപ്പോ ഇങ്ങനെയുള്ള ആളുകൾ എല്ലാവരും കൂടി കൂട്ടി എവിടെയെങ്കിലും അവർക്ക് ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് അവർക്ക് എന്താ പറയാ, അവർക്ക് അവിടെ താമസിപ്പിച്ച് ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയയിൽ താമസിപ്പിച്ച് അത്തരം കാര്യങ്ങൾ എത്താൻ പറ്റാത്ത രീതിയിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുക. ഇപ്പൊ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാം, ജോലി സംബന്ധം അവർക്കൊരു അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ അഡിക്ഷൻസ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രൊസീജിയേഴ്സ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം, ആക്ടിവിറ്റീസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ we will become addict to that particular thing. അല്ലെ, നമ്മൾ അതിലേക്ക് അഡിക്റ്റഡ് ആയി പോകും. ഇപ്പൊ കുട്ടികളോട് നമ്മൾ പറയാറില്ലേ, ഇത്രയധികം നേരമൊക്കെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്താലും കുഴപ്പം, അല്ലെ, യൂസ് ചെയ്താൽ എന്താ കുഴപ്പം എന്ന് നമ്മൾക്ക് ചിന്തിക്കാമായിരുന്നു. പക്ഷേ ഇതിങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ അവരെ വിലക്കുന്നില്ല എങ്കിൽ, ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണ് നമുക്കത്തുണ്ട്, കുട്ടികൾ പഠിക്കുന്ന ആ സമയം അവർ കുറയ്ക്കുന്നത്, അവർ കുറഞ്ഞു പോകുന്നു. കാരണം കൂടുതൽ സമയം പിന്നെ അവർ ഉപയോഗിച്ച് അവർക്ക് ആ ഒരു പർട്ടിക്കുലർ സമയമോ ആ ഒരു വെറുതെ ഇരിക്കുന്ന സമയത്തോ ഇത് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സമയം കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് അത് ഉപയോഗിക്കാതെ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻസിലേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ കൂടുതൽ സമയം അത് ഉപയോഗിക്കാൻ അനുവദിക്കാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വലിയ ശല്യമൊന്നും ഇല്ലല്ലോ, അവിടെ നിന്ന് എന്തെങ്കിലും കാണിച്ചോട്ടെ, നമുക്ക് വലിയ ശല്യത്തിന് വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് വിടാമായിരുന്നു, അല്ലെ? പക്ഷെ ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, they are not doing some other activities. ഈ സാധനം കയ്യിലിരിക്കുന്നതുകൊണ്ട് അവർ മറ്റു ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, ഇത് ഫുൾ ടൈം തന്നെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. അവർക്ക് തോന്നിയ രീതിയിൽ അത് കളിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീൽസ് കാണുകയോ ഇങ്ങനെ നോണ്ടിക്കൊണ്ടിരിക്കും അതിന്, അല്ലെ? അപ്പൊ അത് അഡിക്ഷനായി പോകും. നമ്മളായാലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ഒരു സമയം ചെയ്തു, നമ്മളത് ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, നമ്മളത് ഒരു ദിവസം ചെയ്തു, നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മൾ അത് തന്നെ ചെയ്തു, തേർഡ് ഡേ നമ്മൾ അത് തന്നെ ചെയ്തു. അതങ്ങനെ ചെയ്ത് നമുക്കത് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു കാര്യമായി മാറും, അല്ലെ? അപ്പൊ അഡിക്ഷൻ സർവീസസ് കൊടുത്തൊക്കെയാണ് ഇവരെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് മരുന്നും അതിനോടൊപ്പം തന്നെ ഇത്തരം സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മള് സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ മരുന്നുകൾ മാത്രമല്ല കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത് സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റിൽ. മനസ്സിലായോ? എന്താന്ന് മനസ്സിലായോ? സൈക്യാട്രി എന്താ ചോദിച്ചത് നെൽസൺ? എന്തോ ചോദിച്ചല്ലോ എന്റെ ഇടയില്. കൗൺസിലിംഗ് എന്നാണോ? ആരോ ചോദിച്ചല്ലോ. ഡി അഡിക്ഷൻ എന്താണെന്നോ, അതായത് അഡിക്റ്റഡ് ആയ എന്തെങ്കിലും അതിൽ നിന്ന് നമ്മൾ അവരെ പിന്തിരിപ്പിക്കും. മലയാളം കൃത്യമായിട്ട് ഒറ്റ വേർഡ് എനിക്കറിയില്ല. അതായത് ഇപ്പൊ ഞാനിപ്പോ എപ്പോഴെപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്ന ഒരാള്, എനിക്ക് ഇതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ, ഞാൻ അഡിക്റ്റഡ് ആയി വട്ടായി പോയി എനിക്ക് അവസാനം എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നു, മെന്റൽ ഡിസോർഡേഴ്സ് വന്നു. ആർക്കും വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മളുടെ മൈൻഡ് ചില കാര്യങ്ങൾ കൂടുതൽ ടെൻഷൻ അടിച്ച് നോക്കിയേ, അപ്പോഴും ആകാം മെന്റൽ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള സ്ട്രെസ് ടെൻഷൻസ് ഒക്കെ നമുക്ക് വരാൻ സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മളുടെ മൈൻഡിനെ അത് ആ ലെവലിലേക്ക് എന്താക്കണം, കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കണം. ഇതില് എന്തെങ്കിലും ഒരു സാധനത്തിലേക്ക് അഡിക്റ്റഡ് ആകാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. മനസ്സിലായോ? അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ അങ്ങനെയുള്ള സമയം അതിനെ കണ്ടെത്തി അത് ചെയ്യുമ്പോഴാണ് നമ്മൾ അഡിക്റ്റഡ് ആയി പോകുക. അല്ല അതെനിക്ക് വേണ്ട, അങ്ങനെ ഞാൻ അതിൽ തന്നെ ആയിപ്പോകുമെന്ന് നമ്മൾ സ്വയം ചിന്തിച്ച് അതിൽ നിന്ന് പിന്മാറാൻ നോക്കണം. എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്. ഇപ്പൊ ടെൻഷൻസ് വരുന്ന ആൾക്കാർ ടെൻഷൻ ഇട്ടിട്ട് എപ്പോഴും ആ ടെൻസ്ഡ് ആയിട്ടുള്ള മൂഡിൽ തന്നെ നടക്കുമ്പോൾ പറയാൻ പറ്റില്ല, അവര് മെന്റലി അവർക്ക് വല്ല പ്രശ്നങ്ങളും വരും. അപ്പൊ അതിൽ നിന്ന് അതൊക്കെ വന്ന വഴിക്ക് നടക്കട്ടെ, പോട്ടെ. ഇത് മനുഷ്യന്മാർക്കുള്ളതായ ടെൻഷൻസും ഡിഫിക്കൽട്ടീസും അതുപോലെ തന്നെ എന്താ പറയാ മെന്റൽ പ്രഷറും ഒക്കെ മനുഷ്യന്മാർക്ക് തന്നേക്കുന്നത് അതൊക്കെ. അപ്പൊ മനുഷ്യന്മാരെങ്ങനെ അനുഭവിച്ച് തീർക്കണം, അല്ലെ? പക്ഷെ അതൊക്കെ ഇങ്ങനെ ടെൻഷൻ എന്നുള്ള രീതിയിൽ തന്നെ എപ്പോഴും നമ്മൾ അതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് മനസ്സിലേക്കൊണ്ട് നടന്നാലോ നമ്മളെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ വെച്ചുകൊണ്ട് നടക്കാന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമുക്കൊരു സൊല്യൂഷൻ ഇല്ല. അതിന്റെ സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. അതിനൊരു പോംവഴി, അത് കുറച്ച് സമയം എടുത്ത് ചിന്തിച്ച് മറ്റുള്ളവരോടായിട്ടൊക്കെ ഇരുന്ന് ഷെയർ ഒക്കെ ചെയ്ത് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് കാര്യം കൊണ്ട് നടക്കണ്ട. ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്നവരുണ്ടാവുമല്ലോ നമുക്ക്. അങ്ങനെയൊക്കെയാണ്. ചില ആളുകൾക്കൊന്നും ഷെയറിംഗ് ഇല്ല, ഷെയറിംഗ് മെന്റാലിറ്റി ഒന്നുമില്ല. ആരോടും പറയില്ല, ഉള്ളിൽ തന്നെ വെച്ച് ഇങ്ങനെ ഒതുക്കുക. പക്ഷെ അത് അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആണെങ്കിലും ഒന്ന് അതൊക്കെ പ്രശ്നമില്ല, അതൊക്കെ മനുഷ്യന്മാരുടെ ജീവിതത്തിലുള്ളതല്ലേ എന്നൊക്കെ അങ്ങനെ കേൾക്കാനോ അതെങ്കിലും പങ്കുവെക്കുമ്പോ അതൊന്ന് എന്തെങ്കിലും അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കാനോ സാധിക്കാതൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുക. ഓക്കെ,
ക്ലിയർ ആയല്ലോ അല്ലെ? സൈക്യാട്രി മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ, next one pulmonology ആണ്. Next department is pulmonology, medical specialty that deals with the diagnosis and treatment of disorders of our lungs and also respiratory system. നമ്മുടെ ശ്വാസോച്ഛ്വാസ സംബന്ധമായിട്ടുള്ള വ്യവസ്ഥ, അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഇതിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് പൾമനോളജി എന്ന് പറയുന്നത്. ലങ്സ് ആൻഡ് ലങ് ഡിസീസസ് ആൻഡ് ഓൾസോ റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വാസകോശത്തിന്റെ ശ്വാസോച്ഛ്വാസം, റെസ്പിറേറ്ററി സിസ്റ്റം നടക്കുന്ന സമയത്ത് അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർഗൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ആണ് ഈ പൾമനോളജി ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ആൻഡ് ചെസ്റ്റ് മെഡിസിൻ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഈ പേരുകൾ കൂടി ഉണ്ട് കേട്ടോ. റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ആൻഡ് ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെയാണ് ഇതിന്റെ പേരുകൾ. And usually in this department, the diseases which is treated are allergy problems, bronchitis and lungs cancer. അതായത് അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, ബ്രോങ്കൈറ്റിസ്, ലങ്സ് ക്യാൻസർ, കരൾ സംബന്ധമായിട്ടുള്ള ക്യാൻസേഴ്സ്, ഇതൊക്കെയാണ് പൾമനോളജിയിൽ അവർ യൂഷ്വലി ഹാൻഡിൽ ചെയ്യുന്ന രോഗങ്ങൾ. And also pulmonologists particularly manage, especially they are trained to cure the diseases which is particularly of chest infections ആയിട്ടുള്ള രോഗങ്ങളാണ്. ന്യൂമോണിയ, അതുപോലെ തന്നെ ആസ്തമ, then tuberculosis, then എന്താണ് കോംപ്ലിക്കേറ്റഡ് ചെസ്റ്റ് ഇൻഫെക്ഷൻസ്. ഇതൊക്കെയും കൂടി ഇവര് ചെസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡിസീസസും പൾമനോളജിസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അലർജി, ബ്രോങ്കൈറ്റിസ്, ലങ്സ് ക്യാൻസർ മെയിൻ ആയിട്ട്. അതുകൂടാതെ ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ്, ന്യൂമോണിയ, ട്യൂബർക്കുലോസിസ്. ട്യൂബർക്കുലോസിസ് എന്താ? TB അല്ലെ? പണ്ടൊക്കെ ഒരു കോമൺ അസുഖമായിരുന്നു. ഇന്നത് ഞാൻ കേൾക്കുന്നില്ല. അതിനുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ നമ്മള് ജനിച്ചു കഴിയുമ്പോൾ തന്നെ കുറച്ച് ദിവസങ്ങളിലൊക്കെ കുറെ ഇഞ്ചക്ഷൻസ് കിട്ടുന്നുണ്ടല്ലോ. അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്യൂബർക്കുലോസിസ് ഒക്കെ. അതുപോലെയുള്ള പല രോഗങ്ങൾക്കും ഒരു ഇതായിട്ടാണ് അങ്ങനത്തെ ഇതൊക്കെ കൊടുക്കുക. അപ്പൊ ട്യൂബർക്കുലോസിസ് ഒക്കെ അന്ന് എന്താ പറയാ, അതന്നെ ക്ഷയം, TB എന്ന് നമ്മൾ അതിനെ പറയും. കോംപ്ലിക്കേറ്റഡ് ചെസ്റ്റ് ഇൻഫെക്ഷൻസ്, അതായത് ഈ ബ്രോങ്കൈറ്റിസ് ഒക്കെ ഇങ്ങനെ കുറെ ചുമയൊക്കെ ഇല്ലേ, നിലയ്ക്കാതെ എന്താ പറയാ, എപ്പോഴെപ്പോഴും ഇങ്ങനെ ചുമ, ഓരോ എന്തെങ്കിലുമൊക്കെ ചെറിയ അലർജീസ് തട്ടുമ്പോഴും ചുമ തന്നെ, അതാണ് ബ്രോങ്കൈറ്റിസ് ഒക്കെ. അതും ഇതുപോലെയുള്ള ലങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ചില അലർജീസ് ഒക്കെ നമ്മുടെ ശരീരത്തിലെല്ലാം റെസിസ്റ്റ് ചെയ്യും. നമ്മളുടെ ശരീരത്തിലേക്ക് ചില കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മുടെ ബോഡി തന്നെ അതിനെ, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണൈസേഷൻ കൊണ്ട് റെസിസ്റ്റ് ചെയ്യും. പക്ഷെ ചിലതൊന്നും റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചിലതിൽ എന്തെങ്കിലുമൊക്കെ അതുപോലെയുള്ള കാര്യങ്ങൾ കുറവായതുകൊണ്ടാകാം. ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാകാം. സോ അത്തരം ട്രീറ്റ്മെന്റുകളൊക്കെ പൾമനോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ക്യൂർ ചെയ്യുന്നത്. Pulmonology department deals with the diseases related to lungs and respiratory system, and the diseases which are commonly treated under pulmonology are allergy, bronchitis and lungs cancer. And also the pulmonologists are specially trained to cure the diseases such as pneumonia, tuberculosis, asthma and complicated chest infections. Okay, ക്ലിയർ ആണോ? നെക്സ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടി എടുത്തിട്ട് നമുക്ക് തീർക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. യെസ്, അപ്പൊ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടെണ്ണം കൂടി കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് അവിടെ എന്ത് ചെയ്യും? ആൻഡ് ഫസ്റ്റ്, അതായത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സുകള് are broadly classified into 3 എന്ന് നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ട് 3 ആയിട്ടാണ് ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ആ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് അഗെയിൻ അതിന്റെ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്, എന്ത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണോ കൊടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ്, ഡിഫറെന്റ് സേവനങ്ങൾ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് സേവനങ്ങൾ OPD പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പ്ലാസ്റ്റിക് സർജറി. പ്ലാസ്റ്റിക് സർജറി, it's a surgical medicine which focus on the correctness or defects, correctness of our defects which is related to the function of our body or human structure. ബോഡിയുടെ സ്ട്രക്ചേഴ്സ്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന ഒരു പ്രത്യേക ഘടനയുണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് അല്ലെ. ആ ഘടനയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സർജിക്കൽ
ഡിപ്പാർട്ട്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി. സർജറിയിലൂടെയൊക്കെയാണ് അത്തരം മാറ്റങ്ങൾ. അതായത് ജനിച്ചു കഴിയുമ്പോ ചില കുട്ടികൾക്ക് ജന്മനാ തന്നെ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ബോഡിയുടെ സ്ട്രക്ചറിന് ഘടനയിലാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ആ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാം, ജനിച്ചപ്പോൾ വരാം. അത് കഴിഞ്ഞ് എന്താ പറയാ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വല്ല ആക്സിഡൻസോ മറ്റു എന്തെങ്കിലും ഉണ്ടാകുമ്പോ അങ്ങനെ ഉണ്ടാകുന്നതിൽ വരാം. അങ്ങനെ പല രീതിയിൽ വരാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി. ആൻഡ് ഇറ്റ് മെയിൻലി ഫോക്കസ് ഓൺ 2 മെയിൻ ഏരിയാസ്. പ്രധാനമായിട്ടും പ്ലാസ്റ്റിക് സർജറിക്ക് പ്രധാനമായിട്ടും 2 ഏരിയാസ് അല്ലെങ്കിൽ 2 ഫീൽഡുകളാണ്, അല്ലെങ്കിൽ 2 സബ് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയും മറ്റൊന്ന് കോസ്മെറ്റിക് സർജറിയുമാണ്. ഏതാ? റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ആൻഡ് കോസ്മെറ്റിക് സർജറി. എന്താ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളുടെ എന്താ പറയാ സ്ട്രക്ചറൽ ഓർ ഫങ്ഷണൽ ഡിഫക്ട്സ് കറക്റ്റ് ചെയ്യുന്ന ഒരു സർജറിയാണ് റീകൺസ്ട്രക്ഷൻ. റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിർമ്മിതം, റീകൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പുനർനിർമ്മിതമാണ്. അപ്പൊ എന്താ? അപ്പൊ ജനിച്ച് കഴിയുന്ന കുട്ടികൾക്ക് ചെറുതിലെ തന്നെയോ അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ടോ മനുഷ്യന്മാർക്ക് എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് വല്ല ആക്സിഡൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു, ആകൃതിയിൽ എന്തെങ്കിലും മാറ്റം വന്നു. ഇപ്പൊ മുഖമൊക്കെ കുത്തി എവിടെയെങ്കിലും ആക്സിഡന്റ് വന്നു ഇടിച്ചൊക്കെ വീണു, അപ്പൊ മുഖത്തിന്റെ ഭയങ്കര ഷേപ്പിലൊക്കെ വ്യത്യാസം വന്നു. അപ്പൊ അത് കറക്റ്റ് ചെയ്യാം. ഇന്ന് അതിനുള്ള ആധുനിക ടെക്നോളജീസ് ഒക്കെ ഉണ്ട്. മോഡേൺ ടെക്നോളജി അതിന് വേണ്ടിയിട്ട് ഒത്തിരി മാറ്റങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊന്നാണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി. അപ്പൊ ഈ വലിയ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? വലിയ ആക്സിഡന്റ് മുഖമൊക്കെ ഇങ്ങനെ റോഡിൽ ഒരിഞ്ഞിട്ടോ ഒക്കെ. അപ്പൊ അത്തരം നമുക്കറിയാം, അങ്ങനെ ചെയ്താൽ തന്നെ ആ മുഖത്തിന്റെ ഷേപ്പിന്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒത്തിരി നമ്മൾ ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു ഇതായിരിക്കും. പക്ഷെ നൗ ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ്. ഇന്ന് അതിനൊക്കെ ആധുനിക സൗകര്യങ്ങളുണ്ട്. ബിക്കോസ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സബ് സ്പെഷ്യാലിറ്റി ഓഫ് പ്ലാസ്റ്റിക് സർജറി. അതിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ് സ്ട്രക്ചറൽ ഓർ ഡിഫക്റ്റ് വിച്ച് ഈസ് ഓഫ് അവർ ഫങ്ഷണൽ പാർട്ട് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും പാർട്ടിൽ ഉണ്ടാകുന്ന ഫങ്ഷൻസിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റും സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റും ഒക്കെ നമുക്ക് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയിലൂടെ കറക്റ്റ് ചെയ്യും. അത് കുറച്ചുകൂടി മനസ്സിലാകാൻ അടുത്ത ഒരു കാര്യം നോക്കിയ സബ് സ്പെഷ്യാലിറ്റി എന്താ? കോസ്മെറ്റിക് സർജറിയാണ്. ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇതെന്താ ഡിഫറെന്റ് എന്ന് പറയാൻ കാരണം, ഇത് കൺസ്ട്രക്റ്റഡ് അല്ല, കൺസ്ട്രക്റ്റഡ് ബോഡിയുമല്ല. അതായത് റീകൺസ്ട്രക്ഷൻ നടക്കുന്നില്ല അവിടെ. നമ്മുടെ ഉള്ള ബോഡിയിൽ തന്നെ അപ്പിയറൻസ് ഒന്നുകൂടി അപ്പീലിംഗ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ് പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു എന്താ പറയാ ഒരു വകഭേദം എന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം. വിച്ച് എൻഹാൻസസ് ദ അപ്പിയറൻസ് ഓഫ് അവർ ബോഡി ത്രൂ മെഡിക്കൽ സർജറീസ് ഓർ എന്താ പറയാ മെഡിസിനോ അല്ലെങ്കിൽ സർജറിയോ ഒക്കെ നടത്തി നമ്മുടെ എന്താ പറയാ ഷേപ്പ്, നമ്മുടെ ശരീരത്തിന്റെ ഘടനയോ മുഖത്തെ എന്താ പറയാ അപ്പിയറൻസ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ, ആളുകൾക്ക് കുറച്ചുകൂടി ഒന്ന് ഒന്ന് കാണുമ്പോ അവർക്ക് ഭംഗിയാ എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് യൂഷ്വലി ഇത് സാധാരണക്കാരേക്കാൾ ഉപയോഗിക്കുന്നത് സെലിബ്രിറ്റീസ്, ഫിലിം ഫീൽഡിലൊക്കെ അതെ വർക്ക് ചെയ്യുന്നവരാണ്. ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ ആയിരിക്കും ഇത് ഉപയോഗിക്കുക. ബിക്കോസ് അവർക്ക് അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ദേ ഷുഡ് ബി എവറി ടൈം ഗുഡ് ലുക്കിംഗ് അല്ലെ? അവരെപ്പോഴും നല്ല അപ്പിയറൻസ് ഒക്കെ നല്ല അപ്പീലിംഗ് ആയിരിക്കും. എന്നാലല്ലേ അവർക്ക് അവസരങ്ങൾ കിട്ടുള്ളൂ ഫിലിംസിലൊക്കെ അല്ലെ? അവരുടെ ഷേപ്പിലൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വിളിക്കോ? ഡയറക്ടേഴ്സ് ആരെങ്കിലും വിളിക്കില്ല. അപ്പൊ അവരുടെ അപ്പിയറൻസ് ഷുഡ് ബി മോർ അപ്പീലിംഗ്, പ്ലീസിംഗ് അല്ലെ? എല്ലാവർക്കും കാണുമ്പോ തന്നെ ഹായ് എന്ത് ഭംഗിയാ എന്ന് ഒരു പ്രാവശ്യം നോക്കിയവര് വീണ്ടും വീണ്ടും ആ മുഖത്തേക്ക് തന്നെ നോക്കണ്ടേ? അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. കൂടുതൽ അവരാണ് അത് ഉപയോഗിക്കുക. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോസ്മെറ്റിക് സർജറി. ബിക്കോസ് ഒരു ഇഷ്ടംപോലെ കാശുണ്ട്. പിന്നെ അവർക്ക് അവരുടെ ആ ഒരു പ്രൊഫഷന് ആ ഒരു കാര്യം ചെയ്തേ മതിയാകൂ എന്നുള്ളതൊക്കെയാണ്. ഇതിനകത്ത് ഉള്ള ആക്ട്രസസ് ഒക്കെ ആണെങ്കിൽ അവരൊക്കെ കുറെ കഴിയുമ്പോൾ കല്യാണമൊക്കെ കഴിച്ചു കുട്ടികളൊക്കെ ആയി പ്രഗ്നൻസി ടൈമിലൊക്കെ ദേ വിൽ ബിക്കം ഷേപ്പ്ലെസ്. അവരുടെ സ്ട്രക്ചർ ഒക്കെ മാറിപ്പോയിരുന്നു. പണ്ടൊക്കെ ഭയങ്കര സ്ലിം ആയിട്ടൊക്കെ ഇരുന്നു. പിന്നെ കഴിഞ്ഞപ്പോ ഒക്കെ സ്ട്രക്ചർ എങ്ങനെ വലിച്ചിലൊക്കെ മാറും പിള്ളേരല്ലേ? അപ്പൊ അതില് ആ മാറ്റമൊക്കെ വീണ്ടും ചിലപ്പോൾ അവർക്കത് അവരുടെ പ്രൊഫഷനകത്ത് ചിലപ്പോൾ ബാധിച്ചേക്കാം എന്നുള്ള രീതിയിൽ അതിനൊക്കെ റിഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടത്തെ രീതിയിലേക്ക് തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അത് ചെയ്തിട്ടുമുണ്ട്, ചെയ്യുന്നുമുണ്ട് ഇല്ലേ? നമുക്കറിയാം. നമ്മുടെ അത് ഡിസ്കസ് ചെയ്യുന്ന കാര്യമില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിള് അവർ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് അറിയാം. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് പ്ലാസ്റ്റിക് സർജറി. അപ്പൊ അതാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ 2 സബ് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. റീകൺസ്ട്രക്റ്റീവ് ഉണ്ട്, കോസ്മെറ്റിക് സർജറി ഉണ്ട്. റീകൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അപാകതകൾ വന്നു, അപാകതകളെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. ബോഡിയുടെ സ്ട്രക്ചറില് ഫങ്ഷനിങ്ങില് ഉണ്ടാകുന്ന അപാകതകളെ, അബ്നോർമാലിറ്റീസിനെ കറക്റ്റ് ചെയ്യുക, അത് റീകൺസ്ട്രക്റ്റീവ്.
മറ്റേ കോസ്മെറ്റിക് അപ്പീലിംഗ് ആക്കുക, നമ്മുടെ അപ്പിയറൻസ് അപ്പീലിംഗ് ആക്കുക, അട്രാക്റ്റീവ് ആക്കുക. ആൻഡ് ക്ലിയർ അല്ലേ? ആണോ? ലാസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടി ഉണ്ട്, നോട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതങ്ങോട്ട് പറയാം, ബിക്കോസ് നോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇല്ല. So that we can complete that medical department നമുക്ക് complete ചെയ്യാം. Last department in medical department is urology and andrology. Urology മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. Urology ആണ്. Is the branch of medicine which focus on surgical and medical disease of male and also female urinary tract system. മൂത്രാശയ അണുബാധ അതൊക്കെയാണ്. അതായത് മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി. പുരുഷന്മാരിലോ സ്ത്രീകളിലോ യൂറിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് കേട്ടോ, യൂറിനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. പുരുഷന്മാരുടെ പ്രത്യുൽപാദന സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഈ ഒരു വിഭാഗത്തിൽ. നമ്മള് നേരത്തെ സ്ത്രീകൾക്ക് വിമന് വേണ്ടിയിട്ടുള്ള ഒരു റിപ്രൊഡക്റ്റീവ് ഒരു സിസ്റ്റം ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് കണ്ടു. വിമൻ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? ഓർമ്മയാണോ? വിമൻ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാ? അറിയില്ല പറയാൻ? ഗൈനക്കോളജി. വെരി ഗുഡ്, ഗൈനക്കോളജിയാണ്. അപ്പൊ ഗൈനക്കോളജി വിമന് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ വിമൻസിന് മാത്രമാണോ പ്രശ്നം ഉണ്ടാകുക? വിമനിന് മാത്രമാണോ പ്രശ്നം ഉണ്ടാകുക? അല്ല, തീർച്ചയായിട്ടും റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ബോത്ത് ആർ ഹാവ് ഈക്വൽ ഇമ്പോർട്ടൻസ്. അല്ലെ, രണ്ടുപേരും പാർട്ടിസിപ്പേഷൻ ഈക്വൽ ആണ്. അപ്പൊ സ്ത്രീകൾക്ക് പ്രശ്നം ഉണ്ടാകാം, പുരുഷന്മാർക്ക്. അപ്പൊ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിഭാഗം അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ യൂറോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യൂറോളജിയിലെ യൂറിനറി ട്രാക്ട് സിസ്റ്റം ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് ഓൾസോ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ആ യൂറോളജിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ട്രാൻസ്ജെൻഡർ ആണ്. ട്രാൻസ്ജെൻഡർ അല്ല, മെയിൽസിനും അതായത് കുട്ടികൾ ഉണ്ടാകുന്ന ആ ഒരു പ്രക്രിയയിൽ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അതില് എന്താ പറയാ പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഇല്ലേ? സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൊണ്ടോ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ കൊണ്ടോ കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥയും ഉണ്ട്. ആണോ? ഇൻഫെർട്ടിലിറ്റി. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് അത് സ്ത്രീകളുടേത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗൈനക്കോളജിയിലാണ് നമ്മൾ കാണേണ്ടത്. നമുക്കാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പോകുന്നു. ഇവിടെ പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഗൈനക്കോളജിയിൽ പോകാൻ പറ്റില്ല, യൂറോളജി ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ദ ഓർഗൻസ് വിച്ച് ഇൻക്ലൂഡ്സ് അതെ ഓർഗൻസ് വിച്ച് ഇൻക്ലൂഡ് അണ്ടർ യൂറോളജി. യൂറോളജിയിൽ പ്രധാനമായിട്ടും അവർ പ്രതിപാദിക്കുന്ന ചില അവയവങ്ങള് മനുഷ്യന്മാർ ഇന്റേണൽ ഓർഗൻസ് ഏതൊക്കെയാന്ന് പറയുന്നുണ്ട്. കിഡ്നി, അഡ്രിനൽ ഗ്ലാൻസ്, അന്തസ്രാവി ഗ്രന്ഥി, യൂറേറ്റേഴ്സ് നമ്മുടെ മൂത്രനാളി, യൂറിനറി ബ്ലാഡർ അത് അതിന്റെ സഞ്ചിയാണ് നമ്മളെ യൂറിൻ കളക്ട് ചെയ്ത് വെക്കുന്നത്, യുറേത്ര ഡക്ട് ത്രൂ വിച്ച് യൂറിൻ ഡിസ്ചാർജ് നമ്മുടെ മൂത്രം പുറത്തേക്ക് പോകുന്ന ആ ഒരു ഭാഗം. പിന്നെ റിപ്രൊഡക്റ്റീവ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം മൊത്തം എല്ലാ ഓർഗൻസും, അതായത് പുരുഷന്മാരുടെ എല്ലാ പ്രത്യുൽപാദന അവയവങ്ങളും ഇതിനകത്ത് വിടും. അപ്പൊ കിഡ്നി, അഡ്രിനൽ ഗ്ലാൻഡ്, യുറേത്ര, യൂറിനറി ബ്ലാഡർ, യൂറേറ്റേഴ്സ്, മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാം വരും. ഓക്കെ, ആൻഡ് ഓൾസോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മെഡിക്കൽ കണ്ടീഷൻസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു യൂറിനറി ഇൻഫെക്ഷൻസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് മീൻസ് നമ്മുടെ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഇല്ലേ, മൂത്ര എന്താ പറയാ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇൻഫെക്ഷൻസ്. ആൻഡ് ഓൾസോ സർജറീസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നുണ്ട്. സർജറീസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ബ്ലാഡർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി സ്റ്റോൺസ്, കോൺജനിറ്റൽ അബ്നോർമാലിറ്റീസ് ആൻഡ് ട്രോമാറ്റിക് ഇഞ്ചുറീസ്. ഇതിനു വേണ്ടിയുള്ള സർജറിയും സ്പെഷ്യലി ഈ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര സർജറിയാ? നമ്മളുടെ ബ്ലാഡർ, മൂത്ര സഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരുഷന്മാരുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ്, ഒരു ഓർഗനാണ്, ഒരു അവയവം. പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ക്യാൻസേഴ്സ് വരുമ്പോ ചിലപ്പോൾ ഇവരുടെ റിപ്രൊഡക്ഷനുമായിട്ട് ചിലപ്പോൾ അത് ചിലപ്പോൾ പ്രത്യുൽപാദനത്തിന് തടസ്സമാകാം ഇത്തരം ക്യാൻസേഴ്സ്. പ്രോസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഒരു പ്രത്യുൽപാദന അവയവമാണ്, ആരില് പെണ്ണുങ്ങളിലല്ല പുരുഷന്മാരില്. അവിടെ ക്യാൻസർ വരാം. അത് എന്താ പറയുക സർജറിയിലൂടെ
ട്രീറ്റ് ചെയ്തൊക്കെ ഭേദമാക്കിയിട്ടൊക്കെ ചിലപ്പോൾ റീപ്രൊഡക്ഷൻ സാധ്യമാകുള്ളൂ. പിന്നെ കിഡ്നി സ്റ്റോൺസ് അതും ഇവിടെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അബ്നോർമാലിറ്റീസ് ഇതിന്റെ കോൺജനിറ്റൽ, നമ്മുടെ കുഞ്ഞായി ജനിക്കുമ്പോൾ മുതല് ജന്മനാ തന്നെ നമുക്ക് കുറെ ഈ പറയുന്ന ഇത് അവയവങ്ങളൊക്കെ ആയിട്ട് ഈ ഓർഗൻസ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും അപാകതകൾ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ജന്മന ഉണ്ടാകുന്നതിനെയാണ് ഈ കോൺജനിറ്റൽ എന്ന് വിളിക്കാട്ട. അത്തരം പ്രശ്നങ്ങൾ അപ്പൊ ജന്മനൊക്കെ കുട്ടികളിൽ കുഞ്ഞായിട്ട് ജനിച്ചപ്പോഴേ തുടങ്ങി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ റിപ്രൊഡക്റ്റീവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി കഴിയുമ്പോൾ നമുക്കത് കണ്ടുപിടിച്ച് മാനേജ് ചെയ്ത് എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്തൊക്കെ നമുക്കത് മാറ്റാൻ പറ്റും. പിന്നെ ട്രോമാറ്റിക് ഇഞ്ചുറി ഉണ്ട്. ട്രോമാറ്റിക് ഇഞ്ചുറി എന്താ, വലിയ എന്തെങ്കിലും പുഷ് അല്ലെങ്കിൽ വലിയ വയലൻസ് അല്ലെങ്കിൽ ആക്സിഡൻസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ വലിയൊരു ആഘാതം, അതൊക്കെ ചിലപ്പോ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ അതങ്ങനെ ഒരു വലിയൊരു ഇഞ്ചുറി ആയിട്ട് അവിടെ കിടക്കും. പിന്നീട് കുറെ കഴിയുമ്പോഴായിരിക്കും നമുക്കിപ്പോ ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാകാത്ത അവസ്ഥയൊക്കെ തേടി പോകുമ്പോൾ അതിന്റെ റൂട്ട് കാരണമൊക്കെ അന്വേഷിച്ച് പോകുമ്പോഴായിരിക്കാം ഇങ്ങനെ അന്ന് കിട്ടിയ ഒരു ഇഞ്ചുറിയാണ് നമ്മുടെ എന്തെങ്കിലും ഓർഗൻസിൽ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറ്റിയെടുത്തിട്ട് മാത്രമേ റീപ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് പുരുഷന്മാരെ പറ്റുള്ളൂ, സാധിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. യൂറോളജിയിൽ ഏതൊക്കെ ഓർഗൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പഠിക്കണം. ഏതൊക്കെ തരത്തിലുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് യൂറോളജിയിൽ നടക്കുന്നതെന്നും അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയോ യൂറോളജി? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? സോ ഇന്ന് നമ്മള് ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമേ പറഞ്ഞുള്ളൂ, അതായത് ഡിപ്പാർട്ട്മെന്റ് മാത്രമേ പറഞ്ഞുള്ളൂ എന്നല്ല, നമ്മൾ നോട്ട്സ് എഴുതിയിട്ടില്ല. നമ്മൾ ഇന്ന് എടുത്തത് ഓങ്കോളജി മുതലാണ്. ഓങ്കോളജിയിൽ നമുക്ക് നോട്ട്സ് ഒന്നും എഴുതാനില്ല, ഒഫ്താൽമോളജിയിലും എഴുതാനില്ല, അവിടെ ബൈനോക്കുലർ വിഷൻ മാത്രം ഒന്ന് എഴുതാറുള്ളൂ. പിന്നെ എന്താ പറയാ, നമ്മളുടെ ഓർത്തോപെഡിക്സിലില്ല. പിന്നെ പൾമനോളജിയിലായിരുന്നു 1-2 എഴുതാനുള്ളത്. നമുക്ക് അടുത്ത ദിവസം നോട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് ഒരെണ്ണം അല്ലെങ്കിൽ 2 കൂടുതൽ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ എടുക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ അവിടെ വരെ എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കി ക്ലാസ്സസിലൊക്കെ ഏകദേശം ഒന്ന് തീർന്നിട്ടുണ്ട് നിങ്ങളുടെ ഒപ്പം ഉള്ളത്. ഓങ്കോളജി, ഓർത്തോപെഡിക്സ്, ഒഫ്താൽമോളജി, ഓർത്തോപെഡിക്സ്, then pediatrics and neonatology, psychiatry, pulmonology, plastic surgery and urology. കേട്ടല്ലോ, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, സോ സി